വിദ്യാലയം നിറയുമീ ഭൂവിലാദ്യമുണരുന്ന സ്വപ്ന വിദ്യാലയം എന്നുമെന്നും അഴകാർന്നു വിരിയുന്ന വർണ്ണ വിദ്യാലയം നിറയുമീ ഭൂവിലാദ്യമുണരുന്ന സ്വപ്ന വിദ്യാലയം അഴകിൻ വർണ്ണമായി വിരിയും നന്മകൾ അറിവിൻ ഹൃദയമാം കലാലയം അഴകിൻ വർണ്ണമായി വിരിയും നന്മകൾ അറിവിൻ ഹൃദയമാം കലാലയം നിറയുമീ ഭൂവിലാദ്യമുണരുന്ന സ്വപ്ന വിദ്യാലയം തിരിവട്ടത്തുതുങ്ങുവാനല്ല നാം കൂട്ടമായൊന്നിച്ചുയർന്നു പൊങ്ങാൻ ആശിച്ചു വന്ന നാളോർമ്മയുണ്ടോ നമ്മളീ തിരുമുറ്റത്തലിഞ്ഞതല്ലേ ആശിച്ചു വന്ന നാളോർമ്മയുണ്ടോ നമ്മളീ തിരുമുറ്റത്തലിഞ്ഞതല്ലേ തിരിവട്ടത്തൊതുങ്ങുവാനല്ല നാം കൂട്ടമായൊന്നിച്ചുയർന്നു പൊങ്ങാൻ
കാലത്തിനുള്ളിൽ വരച്ചിട്ടോരഴകേറും ചിത്രമായിരുന്നുവല്ലോ. കാലമാം കടലിൽ നിന്നു നമ്മൾ ജീവിതത്തോണി തുഴഞ്ഞിരുന്നു. കാലമാം കടലിൽ നിന്നു നമ്മൾ ജീവിതത്തോണി തുഴഞ്ഞിരുന്നു. ഇത്തിരി വട്ടത്തൊതുങ്ങുവാനല്ല നാം കൂട്ടമായൊന്നിച്ചുയർന്നു പൊങ്ങാൻ ആശിച്ചു വന്ന നാളോർമ്മയുണ്ടോ? നമ്മളീ തിരുമുറ്റത്തലിഞ്ഞതല്ലേ. കാലങ്ങൾ പിന്നിട്ട് കാതങ്ങൾ പിന്നിട്ട് എത്തിയ നാളിലായൻ മനസ്സിൽ പൂവിട്ട മോഹമാണെൻ പ്രിയമിത്രരെ. ആ നല്ല നാളെ പങ്കുവയ്ക്കാം. പൂവിട്ട മോഹമാണെൻ പ്രിയമിത്രരെ. ആ നല്ല നാളെ പങ്കുവയ്ക്കാം. വർഷങ്ങളേറെ കൊഴിഞ്ഞാലും തോരാത്ത സൗഹൃദ പൂമഴയിൽ നനയാ. ഒത്തുചേർന്നൊരു ഗാനം പാടി വയ്ക്കാം. നമുക്കാ നല്ല നാളെ വീണ്ടെടുക്കാം. നമുക്കാ നല്ല നാളെ വീണ്ടെടുക്കാം. സാറുടെ വരികളെ അന്വർത്ഥമാക്കുന്ന ഒരു സംഘവുമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നീണ്ട 26 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ 10ാം ക്ലാസ് വരെ ഒരുമിച്ച് ഇരുന്ന് കളിച്ച് പഠിച്ച് രസിച്ച്
ആ കലാലയ ജീവിതവും ഒരിക്കലും മറക്കാനാവാത്ത ആ മധുരമായ അനുഭവങ്ങളും ഒരിക്കൽ കൂടി അയവറക്കുവാനും അതുപോലെ തന്നെ നമ്മുടെ ആ 26 വർഷത്തെ അനുഭവങ്ങളും മറ്റു നമുക്ക് നേരിൽ കാണുവാനും എല്ലാവരെയും നേരിൽ കാണുവാനും നമ്മുടെ ഗുരുനാഥന്മാരെ ആദരിക്കുവാനുമുള്ള ഒരു സംഭവമാണ്. ഏതായാലും ഞാൻ അധികം സംസാരിക്കുന്നില്ല. എനിക്ക് ഈ വേദിയിൽ സ്വാഗതം പറയുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിക്കപ്പെട്ട കർത്തവ്യം. ഇതിലെല്ലാവരും സ്വാഗതം പറയാൻ അർഹതയുള്ളവർ തന്നെയാണ്. എന്നിലത് അർപ്പിതമായി എന്ന് മാത്രം. ആദ്യമായി ഞാൻ ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് വളരെ മാസങ്ങളോളം ഇതിനുവേണ്ടി പ്രയത്നിച്ച എൻ്റെ എല്ലാ കൂട്ടുകാരെയും വളരെ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം ഞാൻ അവരെ അർത്ഥമായി ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്ക് ഒരിക്കലും മറക്കാത്ത അറിവുകൾ പകർന്നു വന്ന നമ്മുടെ അധ്യാപകരെ ഗുരുനാഥന്മാരെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ സ്വാഗതം പറയാനുള്ളത് എൻ്റെ സഹപാഠികളോടാണ്, എൻ്റെ സഹോദരങ്ങളോടാണ്, എൻ്റെ സഹോദരിമാരോടാണ്. പല ദൂരത്തുനിന്നും ഈ ഒഴിവ് ദിവസമായിട്ടും പല പരിപാടികൾക്കും പങ്കെടുക്കേണ്ടതുണ്ടായിട്ടും ഇന്ന് നമ്മുടെ ഈ സംഗമം ധന്യമാക്കാൻ എത്തിയ ഓരോരുത്തർക്കും ഞാൻ സ്വാഗതം പറയുന്നു. അതുപോലെ ഈ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത് എന്റെയും നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട അധ്യാപകൻ നമ്മുടെ സതീശൻ മാഷ അവറുകളാണ്. അതുപോലെ തന്നെ ഈ സംഗമത്തിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനും അധ്യക്ഷത വഹിക്കുന്നതിനും വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഫിറോസ് തങ്ങളെ അതിനോട് ക്ഷണിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ സദസ്സ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട നമ്മുടെ സതീശ മാസ്റ്റർ ഹാജരാകുമ്പോൾ എല്ലാവർക്കും നമസ്കാരം. എനിക്കറിയാം ഇവിടെ ഒരു പ്രസംഗത്തിനോ അല്ലെങ്കിൽ ഇതിനോ ഒരു സ്കോപ്പും ഇല്ല. ഇത് അവിചാരിതമായിട്ട് വീട് കിട്ടിയ ഒരു അവസരം തന്നെയാണ്. ഇതിന്റെ സംഘാടകർ ഞാൻ ആദ്യം വിളിച്ചത് മുരളിയാണ്, പിന്നീട് ചെറിയ വിളിച്ചു, അതുപോലെ തന്നെ മറ്റേ രണ്ട് പേരും കൂടെ വിളിച്ചു. അപ്പോഴൊന്നും പറയാൻ പറ്റുമോ എന്ന് പോലും ഉറപ്പുണ്ടായിരുന്നില്ല. പക്ഷെ വരില്ല എന്നുള്ളത് പറയാൻ പാടില്ല. എനിക്ക് കുറച്ച് തിരക്കുള്ള ദിവസം തന്നെയുണ്ട്. ഇവിടെ വന്നപ്പോൾ എന്നെക്കാളും ഒരുപാട് തിരക്കുള്ള കൂട്ടുകാർ, എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ, ജില്ലയ്ക്കകത്തുനിന്നും പുറത്തുനിന്നും ഒക്കെ അവിടെയൊക്കെ സെറ്റിൽ ചെയ്തവരൊക്കെ അവിടെ എത്തി. അപ്പൊ എൻ്റെ തിരക്കൊന്നും തിരക്കല്ല. എങ്കിലും 10 മിനിറ്റ് വൈകും, അല്ലെങ്കിൽ മാക്സിമം 1 മണിക്കൂർ വൈകും എന്ന് പറഞ്ഞപ്പോഴും മാഷ് വരൂ എന്നെ പറഞ്ഞത്. അപ്പൊ എന്തായാലും വളരെ സന്തോഷമുണ്ട്. 94-95 ബാച്ച് എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ കാലഘട്ടത്തിൽ ഞാനിവിടെ കേവലം 9 വർഷം മാത്രമേ ചാരക്കവസ്ഥകളിൽ പഠിപ്പിച്ചിട്ടുള്ളൂ. പക്ഷെ ആ 9 വർഷം തന്നെ വളരെയധികം അനുഭവങ്ങൾ നൽകിയ ഈ നാടിന്റെ, പ്രത്യേകിച്ച് ചാത്തക്കോട്ടുപുറത്തും അതുപോലെ തന്നെ പേരേപ്പുറം അവരുടെ വലിയൊരു ഏരിയയാണ്. എറണാകുളത്ത് തൊട്ട് മൈലൂത്ത് വരെ നീണ്ടു കിടക്കുന്ന വലിയൊരു വില്ലേജിന്റെ ഭാഗത്തു നിന്ന് കുറേ കുട്ടികൾ ഇവിടെ വരും. ഏക ഹൈസ്കൂൾ എന്നുള്ളതായിരിക്കും. പ്രത്യേകിച്ച് ഇതിന്റെ തുടക്കകാലത്ത് തന്നെ അംസമാഷും അങ്ങനെ ടീച്ചറൊക്കെ അതിന് മുമ്പ് തന്നെ ഇവിടെ ഉണ്ട്. പിന്നെ ഞങ്ങളൊക്കെ ഭാരത ടീച്ചറും ഞങ്ങളൊക്കെ ഏകദേശം ഒരേ കാലത്താണ് വന്നത്. പിന്നെ അപ്പോൾ തന്നെ താമസമില്ല പക്ഷെ വന്നു. അപ്പോൾ ഞാനിവിടെ വരാൻ കാരണം നിങ്ങളെയൊക്കെ കാണാം. പലപ്പോഴും എനിക്കറിയാം പലരുടെയും മുഖം ഓർമ്മയിൽ തെളിഞ്ഞു കിട്ടില്ല, അതെനിക്കറിയാം. എങ്കിലും കുറച്ച് പേരുടെ ഞാൻ ചോദിക്കാറുണ്ടല്ലോ ആരുടെ ബാച്ചാണ്. അപ്പം ഞാൻ അറിയുന്ന കുറച്ച് പേര് ഉണ്ടെങ്കിൽ എനിക്കൊന്ന് ഒരു ഓർമ്മയിൽ നിന്ന് കുറച്ച് പലതും ചകഞ്ഞെടുക്കാൻ പറ്റുമോ എന്ന് നോക്കിയത്. പക്ഷേ എങ്കിലും കുറച്ച് പേരൊക്കെ എനിക്ക് ആ ബാച്ചിനെ പറ്റിയിട്ട് പറഞ്ഞപ്പോൾ ഓർമ്മയുണ്ട്. പക്ഷെ കുറേ ആൾക്കാർക്ക് വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. കേവലം 26 വർഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു
മാഷും ഇവരൊക്കെ കുറേ കാലം, അതായത് അടുത്ത കാലം വരെ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ട് നിങ്ങളും അതുപോലെ ഒരുപക്ഷെ നിങ്ങളുടെ കുട്ടികളെയൊക്കെ ഇവർ പഠിപ്പിച്ചിട്ടുണ്ടോ? അപ്പൊ അങ്ങനെ ഒരു ബന്ധം കൂടി എനിക്കതുമില്ല. ഞാൻ ഇവിടുന്ന് 94 ഇവിടുന്ന് PSC കിട്ടിയിട്ട് നെല്ലിക്കുത്തിക്ക് പോകുന്നു. അപ്പൊ ഞാൻ ചോദിച്ചപ്പോൾ ഞാൻ പോകുന്ന വർഷമാണ്, പക്ഷെ കുറെ ക്ലാസ്സിൽ ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ടാവും. പിന്നെ പ്രത്യേകിച്ച് UP-യിലും ഞാനിപ്പോ 3 വർഷം ഉണ്ടായിരുന്നു. പിന്നീടാണ് ഹൈസ്കൂളിൽ കിട്ടുന്നത്. ഏതായാലും വലിയ സന്തോഷമുണ്ട്. ഞാൻ എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന എൻ്റെ പ്രിയപ്പെട്ട കുറച്ച് ഗുരുക്കന്മാർ, ശശികര മാഷും രാധ ടീച്ചറും അടക്കം കുറച്ച് പേരെ കാണാനോ എന്ന് വിചാരിച്ചില്ല. ഞാനും അല്ലെങ്കിൽ നിങ്ങളുടെ പോലെ തന്നെ അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ വീട്ടിൽ അടച്ചിട്ടിട്ട് പുറത്തൊന്നും ഇറങ്ങാത്തൊരവസ്ഥ തന്നെയായിരുന്നു. എങ്കിലും ഇങ്ങനെ ഒരു സംഗമം സംഘടിപ്പിക്കുക വലിയ ശ്രമകരമായ ദൗത്യമാണ്, ഒരു സംശയമില്ല. നിങ്ങൾ തമ്മിൽ പരസ്പരം അറിയുക, നിങ്ങളിൽ തന്നെ ഒരുപാട് മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന ആൾക്കാരുണ്ട്, ഒരുപാട് ഈ കൂട്ടായ്മകളുണ്ട്. നിങ്ങൾക്ക് ആദ്യം നല്ലൊരു മെച്ചപ്പെടട്ടെ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ മാതൃസ്ഥാപനത്തിന് എന്തെങ്കിലും നിങ്ങളുടെ ഒരു സിഗ്നേച്ചർ, നിങ്ങളുടെ ഒരു കയ്യൊപ്പ് അവിടെ പഠിക്കാൻ കഴിയട്ടെ ഈ സംഗമത്തിലൂടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കുട്ടി അതൊക്കെ പഠിപ്പിക്കുന്ന ക്ലാസ് ഒന്നും ഓർമ്മയില്ലാതെ നമ്മളെ വരിക, ആ പീരീഡ് നോക്കുക, ക്ലാസ് പോവുക, നമ്മളെ എന്താണ് ഡ്യൂട്ടി അത് ആ അസൈൻ ചെയ്തത് അങ്ങോട്ട് ഡെലിവറി അല്ലെങ്കിൽ അങ്ങോട്ട് പറഞ്ഞു പോവുക എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയില്ല. മുമ്പ് അങ്ങനെയല്ല. കലോത്സവങ്ങളും അതുപോലെ തന്നെ മേളകളും ഒക്കെ നടക്കുമ്പോൾ നാടിന്റെ ഓരോ മുക്കിലും മൂലയിലും ഞങ്ങൾ എല്ലാവരും എത്തും, വീട്ടിയും നാട്ടുകാരും ഒക്കെ. അപ്പൊ ഈ നാടിന്റെ തന്നെ ഈ സ്കൂളില്ലാത്ത, സ്കൂള് ഒഴിഞ്ഞ വെക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ശ്മശാന മൂകത തന്നെയായിരുന്നു ഇവിടെ. ഈ സ്കൂളില്ലാന്നുണ്ടെങ്കിൽ ചാരക്കാവ് ശരിക്ക് ഒരു ലൈവ് അല്ല, ഇപ്പോഴും അത് തന്നെ ചാരക്കാവിനാകെ മാറ്റം വന്നിട്ടുണ്ട്. വലിയൊരു നല്ലൊരു ടൗൺഷിപ്പ് പോലെ എല്ലാവിധ സൗകര്യമുള്ള ഒരു സ്ഥലമായി. ബസ്സുകൊണ്ട് മാത്രമൊന്നുമല്ല. ഞാൻ ആലോചിക്കുകയാണ്, ആദ്യ സമയത്ത് ഇപ്പൊ ഒരു കുട്ടി പറഞ്ഞു പിന്നെ ചാത്തമുട്ട് വന്ന് അല്ലെങ്കിൽ വെട്ടിക്കാട്ടിൽ ഒരുമിച്ച് പോകുന്ന കഥയൊക്കെ. അപ്പോ അങ്ങനെ ഞങ്ങള് നബീൽ എന്ന ബസ്സിൽ നമ്മുടെ വെട്ടിക്കാട്ടി ചുങ്കത്തക്കുന്ന് ഇറങ്ങിയിട്ട് ആ തോടൊക്കെ കടന്ന് മഴയും വെയിലൊന്നും പ്രശ്നമല്ല, മഴക്കാലത്ത് വൃത്തിയടിക്കുന്ന മുണ്ടത്തോടും അല്ലെങ്കിൽ കാക്കാത്തോടും ഒക്കെ കടന്ന് വളരെ ബുദ്ധിമുട്ടിയിട്ട് തന്നെയാണ് ജോലിക്ക് എത്തിയിരുന്നത്. അന്നൊരു ലീവ് പോലും എടുക്കാതെ ആ ഒരു കാലം വളരെ യൗവനത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെയാണ് ഇവിടെ എത്തിയത്. വളരെ നന്നായിട്ട് നമുക്ക് ഇവിടെ പ്രവർത്തിക്കാനുള്ള അവസരം കിട്ടിയിരുന്നു. അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. നല്ല നിലയിൽ ജീവിക്കുന്നു എന്ന് കാണുമ്പോൾ തന്നെ അറിയുമ്പോൾ തന്നെ വലിയ സന്തോഷമുണ്ട്. നമ്മൾ അങ്ങനെ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും ചിലപ്പോൾ അവർ ഇഷ്ടപ്പെട്ട മേഖലയിലേക്ക് എത്തിപ്പെടാൻ പറ്റിയെന്ന് വരില്ല. എന്നാലും അവനെ ഓരോ കർമ്മനിയോഗമുണ്ട്, അതിലേക്ക് എത്തുക, അതിൽ നമ്മുടെ ഡ്യൂട്ടി പരമാവധി ഭംഗിയായി ചെയ്യുക. എന്തായാലും ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ വലിയ സന്തോഷം. നിങ്ങൾ ഇനി ഇതിലൊന്നുമല്ല വലിയ കാര്യം. ഞങ്ങളുടെ 4 വാക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് ഒരുപാട് പറയാനുണ്ടാവുക. ഒരുപാട് അനുഭവങ്ങൾ ചവി പറഞ്ഞ വഴി ഞങ്ങൾ ചിലപ്പോ ചീത്ത പറഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോ ഞാനൊക്കെ അധികം നല്ല നുള്ളലിന്റെ അടി വടിയൊക്കെ ഒന്നും ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും അതൊക്കെ സ്നേഹത്തിന്റെ ഭാഗമാണ്. എനിക്കെപ്പോഴും എൻ്റെ മനസ്സിൽ അല്ലെങ്കിൽ വലിയൊരു കാലഘട്ടം 34 കൊല്ലം അധ്യാപകനായിട്ട് 2 വർഷം മുമ്പാണ് ഞാൻ ഒരു രജിസ്ട്രേഷൻ റിട്ടയർ ചെയ്തത്. ഈ 34 വർഷം 10,000 കണക്കിന് പണ്ടിക്കാട് ഹൈസ്കൂളിലാണ് ഞാൻ 15 കൊല്ലം. 2000 ജില്ലാനും കുട്ടികളാണ്. 12-13 SSLC ബാച്ച്. ഇപ്പോ അതിന് 8ാം ക്ലാസ്സൊക്കെ IJK, IO, MN, OP വരെയൊക്കെ ഉള്ള ഡിവിഷൻ ഉണ്ടായിരുന്നു. അത്ര വലിയ ബാഹുല്യമുള്ള സ്കൂളിൽ ജോലി ചെയ്തു. 10,000 കണക്കിന് കുട്ടികളെ നമ്മുടെ മുമ്പ് കൂടെ കടന്നു പോയിട്ടുണ്ട്. അവിടെയൊക്കെ മനസ്സിൽ ഒരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് എന്തെങ്കിലും കയറി പറ്റാൻ ഇടയുണ്ടെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ അതാണ് ഏറ്റവും സംതൃപ്തി. അല്ലാതെ വളരെ ബുദ്ധിമുട്ട് വളരെ കുറഞ്ഞ ശമ്പളത്തിൽ നമ്മളൊക്കെ ജോലി ചെയ്ത് ഇന്ന് അതൊക്കെ മാറി. ഇപ്പൊ
വലിയ ശ്രമകരമായ ദൗത്യമാണ്. അപ്പോൾ നിങ്ങളെ ഈ ശ്രമത്തെ ഞാൻ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഈ കൂട്ടായ്മ നിലനിന്ന് പോട്ടെ. ഇതിൽ എന്തെങ്കിലുമൊക്കെ കുട്ടികളെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ ആഡ് ചെയ്ത് നല്ലൊരു വലിയ ശൃംഖല ഉണ്ടാക്കിയിട്ട് ആദ്യം നിങ്ങൾ പരസ്പരം എന്തൊക്കെ നിങ്ങൾക്ക് തമ്മിൽ ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുക, അത് ചെയ്യുക. പിന്നെ നമ്മുടെ സ്ഥാപനത്തെ നാടിനേക്കാവുക. എന്തായാലും നിങ്ങൾക്ക് അതിനൊക്കെ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളെയൊക്കെ ഓർമ്മയിൽ കുറച്ച് മുഖം തങ്ങി നിൽക്കുന്നുണ്ട്. സത്യമാണ്, പലരും അറിയാതെ വന്നത് കാലത്തിന്റെ മാറ്റമാണ്, അല്ലാതെ നിങ്ങളെയും കുഴപ്പമല്ല. അപ്പൊ എന്നെ ഒരു പക്ഷെ തിരിച്ചറിയാത്ത ആൾക്കാരുണ്ടാവും. സതീശ മാഷ എന്ന് പറയുമ്പോൾ മാത്രം, കാരണം ഞാൻ 94 പോയി. എങ്കിലും നിങ്ങളുടെ ചേച്ചിമാരെ ചേട്ടന്മാരെ ഒക്കെ ഒരു പക്ഷേ കുറച്ചു കാലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോ വലിയ സന്തോഷമുണ്ട് ഇവിടെ വന്നതില്. പിന്നെ വീണ് കിട്ടിയ ഒരു സൗഭാഗ്യമായിട്ട് ഇങ്ങനെ ഒരു ദൗത്യം ഉപയോഗിക്കുമ്പോൾ അതേറെ അഭിനന്ദനമായി എല്ലാവരുടെയും അനുവാദത്തോടു കൂടിയിട്ട് ഈ ചടങ്ങ് ഔപചാരികമായിട്ടാണ് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് ഇവിടെ ബഹുമാനപ്പെട്ട വിശ്വനാഥ് മാസ്റ്റർ ക്രിസ്മസ് ലീവ് ഇന്നലെ നാട്ടിലേക്ക് പോകേണ്ടതാണ്. നമുക്ക് വേണ്ടി ആ ലീവ് മാറ്റി വെച്ച് ഇതിലേക്ക് പോകാമെന്ന് അത്രയും തിരക്കുകൾ മാറ്റി വെച്ച് ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട മാസ്റ്റർ അതിപൂർവ്വം പ്രിയപ്പെട്ട കുട്ടികളെ, സദസ്യരുടെ സതീശൻ മാസ്റ്റർ, ഹംസ മാസ്റ്റർ, ആലുവ ടീച്ചർ, രേണു ടീച്ചർ, ആമിന ടീച്ചർ തുടങ്ങി നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളുടെ കൂടി ഞങ്ങളുടെ കൂടി ചേർന്ന് അതിനുള്ള ഒരു അവസരം കിട്ടിയതിൽ സന്തോഷമുണ്ട്. ഏതായാലും സംബന്ധിക്കുന്ന എല്ലാവർക്കും എൻ്റെ സന്തോഷം അറിയിക്കുന്നു. രാവിലെ ഒരുപാട് വന്നു കഴിഞ്ഞാൽ കോഴ്സുകളിലേക്ക് പോകുമ്പോഴും ഒക്കെ ഒന്ന് ഞങ്ങൾ താമസം നിർത്ത് ഇവിടെ ലോഡ്ജ് വന്ന് ഒന്ന് പുച്ഛിച്ച് ഒരു സൗഹൃദം പറഞ്ഞു പോകുന്ന ഒട്ടേറെ കുട്ടികൾ ഉച്ചക്കായാലും രാവിലെ ഒക്കെ ഈ ഒരു പരിസരത്തിൽ എപ്പോഴും ഒന്ന് മുഖം കാണിച്ചു പോകുന്ന ഒരു പ്രകൃതം ഉണ്ടായിരുന്നു. 1990 ഞാനിവിടെ ജോലിയായിട്ട് വരുന്നത്. അതിന് മുൻപ് ഒരു വർഷം ഇടുക്കിയിലായിരുന്നു. 90 ജോലിക്ക് വന്ന് അതിനുശേഷം വന്നൊരു ഫുൾ ബാച്ച്, അതായത് 93 ഞാൻ വന്ന ശേഷം ബാച്ച് വരുന്നത്. 91 വന്നെങ്കിലും 90 തന്നെ 10ാം ക്ലാസ്സിലേക്ക് എനിക്ക് കുറച്ച് ക്ലാസ്സിൽ പോകേണ്ടി വന്നു. അപ്പോൾ ആ ഒരു ബാച്ച് ആ ഒരു കാലഘട്ടം വലിയൊരു അടുപ്പമൊന്നും, പക്ഷേ വളരെ കുറച്ച് വിട്ടുവാറുണ്ടായിരുന്നു. 2 ഡിവിഷൻ ഉണ്ടായിരുന്നു, 2 ഡിവിഷൻ. കുട്ടികൾ ആ ഒരു പ്രായത്തിൽ പല മേഖലകളിലൂടെയും സഞ്ചരിക്കുന്നവരാണ്, പലതരത്തിൽ ചിന്തിക്കുന്നവരാണ്. ആ ചിന്തകൾ എപ്പോഴും അവരുടെ നന്മകൾക്ക് വഴിവെക്കണം. അങ്ങനെയുള്ള മാർഗദർശനം ആയിരുന്നു പണ്ട് നിങ്ങളുടെ രക്ഷിതാക്കളും നിങ്ങളൊക്കെ പഠിച്ചുകൊണ്ടൊരു കാലഘട്ടം. പക്ഷേ ഇന്ന് അങ്ങനെ കുറേ മാറ്റം വന്നു. ഇന്നത്തെ കുട്ടികൾ ആ ഒരു അവസ്ഥയിലേക്ക് പോകണമെങ്കിൽ ആ രീതിയിൽ കാണണമെന്ന് നമുക്ക് അവകാശപ്പെടാൻ സാധ്യത. കാരണം അതിൻ്റെ ആ ഒരു കാഴ്ചപ്പാടൊക്കെ മാറ്റം വന്നു. ഏതായാലും അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നിങ്ങളെ പോലെയുള്ള കുട്ടികൾ ഞങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ആ മാത്രമാണ് ജീവിതത്തിൽ ഉയർന്നു വന്നത്, അല്ലെങ്കിൽ വിജയം നേടിയതെന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. അതിന് വെറും ഒരു കാരണമായി, അല്ലെങ്കിൽ അതൊരു ചെറിയൊരു സഹായമായി മാത്രമേ ഞങ്ങൾ തീർന്നിട്ടുള്ളൂ. എങ്കിലും അധ്യാപക ജീവിതത്തിൽ ഒരിക്കലും ആർക്കും ഒരു ദ്രോഹം വരേണ്ടത്, ഒരു ദുഃഖമുണ്ടാകരുത് എന്നും ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അടികിട്ടുമ്പോഴുള്ള വേദനയല്ല, മരിച്ചു ജീവിതത്തിൽ ദുഃഖിക്കേണ്ടി വരുമ്പോൾ, ക്ലേശിക്കേണ്ടി വരുമ്പോൾ, കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വരുമ്പോൾ കൂടെ ദുഃഖം ആ അടിയുടെ വേദനയേക്കാൾ വളരെ കൂടുതലാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കുട്ടികൾ വഴിതെറ്റി പോകുന്ന തെറ്റായ രീതിയിലേക്ക് പോകുന്നത് കാണുമ്പോൾ അത് ഒരിക്കലും സഹിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് നിങ്ങളെ ശിക്ഷിക്കുകയോ അടിക്കുകയോ ചീത്ത പറയുകയോ ഒക്കെ ചെയ്തിരുന്നത്. അപ്പോൾ ഏതായാലും അങ്ങനെയൊക്കെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ നിങ്ങളെ പോലെയുള്ള
കുട്ടികളുടെ ആ സ്നേഹവും സൗഹൃദവും ഒക്കെ അനുഭവിക്കാനും നിങ്ങളോടൊപ്പം കുറേ കാലങ്ങളിലൂടെ കഴിയാനും ഒക്കെ ഉള്ള ഭാഗ്യം കിട്ടിയത് മഹാഭാഗ്യമായിട്ടുള്ളതാണ്. ഒരു പക്ഷേ അത്തരം ഭാഗ്യം അധ്യാപകർക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ഈ ഒരു മേഖലയിൽ മാത്രമാണ്. മറ്റേത് സർവീസിൽ നിന്നും റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ശല്യം പോയി കിട്ടി എന്ന് പറഞ്ഞു പോകുന്ന അല്ലെങ്കിൽ മനസ്സിൽ വിചാരിച്ചു പോകുന്ന പല മേഖലകളും നമുക്കുണ്ട്. പക്ഷേ എത്ര കാലം കഴിഞ്ഞാലും പഠിപ്പിച്ച അധ്യാപകരെ കാണുമ്പോൾ, പ്രായമായ മാതാപിതാക്കളെ കാണുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ആ ഒരു സ്നേഹം അത് തീർച്ചയായിട്ടും അധ്യാപക സമൂഹത്തിന് അവകാശപ്പെട്ടതാണ്. മറ്റേത് മേഖലയിലും വിരമിച്ച ആളുകളും ഇതുപോലെ ഒരു സദസ്സിൽ ഒരു കൂടിച്ചേരൽ കണ്ടെത്തിയായിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയും നിങ്ങളിലൂടെ ഞങ്ങൾ ജീവിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. നിങ്ങളുടെ ആ സ്നേഹവും നന്മയും ഒക്കെ എക്കാലവും നിലനിർത്തണം. ജീവിതത്തിൻ്റെ പല മേഖലകളിലേക്ക് ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുകയാണ്. അവിടെയൊക്കെയും നിങ്ങളുടെ ആ പഴയ സൗഹൃദം, ആ കൂട്ടുകെട്ട് ഒക്കെയും നിലനിർത്താൻ നിങ്ങൾക്ക് കഴിയണം. അതിനുള്ള തുടക്കമാകണം ഈ ഒരു സംഗമം. പിന്നെ അതുപോലെ തന്നെ ഇന്ന് പലതരത്തിലെ പല മേഖലകളിൽ നന്നായിട്ട് ജീവിക്കുന്നവരാണ്, ഒരു കുഴപ്പമില്ലാതെ ജീവിക്കുന്നവരാണ് നിങ്ങളിൽ പറ്റും എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ ഇത്തരം കൂടിച്ചേരലുണ്ട്. എനിക്ക് ഇങ്ങോട്ട് വിനയപൂർവ്വം പറയാനുള്ളത്, നിങ്ങളുടേതായ ഏതെങ്കിലും തരത്തിലുള്ള കഷ്ടപ്പാട് അനുഭവിക്കുന്നവർ, വേഷം അനുഭവിക്കുന്നവർ, ഇവിടെ വരാൻ മടിക്കുന്നവർ, മറ്റുള്ളവരൊക്കെ വലിയ വലിയ സ്ഥാനങ്ങളിലെത്തി ഉയരങ്ങളിലെത്തി അവരൊക്കെ വരുമ്പോൾ ഞാൻ ചിലപ്പോൾ മോശമല്ലേ എന്ന് ചിന്തിച്ച് ഉൾവലിയാൻ ശ്രമിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരുണ്ടെങ്കിൽ അവരെ നിങ്ങൾ ഈ കൂട്ടായ്മയിൽ എടുപ്പിടിച്ച് അവരെ കൂടി നിങ്ങളോടൊപ്പം എത്തിക്കാൻ ശ്രമിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങളെ ആ ഒരു കൂട്ടായ്മ അതിൻ്റെ പരിപൂർണ്ണതയിൽ എത്തിക്കൊള്ളൂ. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള കഷ്ടപ്പാട് അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഉണ്ടോ എന്നറിയില്ല. കാരണം നിങ്ങൾ പറഞ്ഞു ഞാൻ സ്കൂൾ വിട്ടുപോയ ശേഷം അധികം കുറേ പേരെ കാണാത്തവരുണ്ട്, കുറേ പേരെ സ്ഥിരമായിട്ട് കാണുന്നവരുണ്ട്, ഇപ്പോഴും നിലനിൽക്കുന്നവരുണ്ട്. ചിലരെങ്കിലും കല്യാണം കഴിഞ്ഞു അല്ലെങ്കിൽ ജോലിയായിട്ടൊക്കെ ദൂരേക്ക് മാറി പിന്നീട് കാണാൻ പരിചയപ്പെടാൻ കഴിയാത്ത സാഹചര്യം. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെയും നിങ്ങളുടേതായ ആ മലയത്തിൽ എല്ലാവരെയും കൊണ്ട് കഴിയുവാൻ നിങ്ങൾക്ക് ഈ ഒരു തിരിച്ചറിഞ്ഞ പ്രചോദനമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ഇവിടെ അധ്യക്ഷൻ പറഞ്ഞു ഒട്ടേറെ തിരക്കുകൾക്കിടയിലാണ് ഞാൻ വന്നത്. കൊണ്ടുവന്നിച്ച തിരക്കുണ്ട്. ഞാനിന്ന് ഈ സമയത്തുള്ളിൽ എറണാകുളത്തിലാണ്. ആദ്യം വന്ന് ക്ഷണിച്ചപ്പോൾ തന്നെ പറഞ്ഞു എനിക്ക് വരാൻ സൗകര്യമുണ്ട്, മിക്കവാറും ഉണ്ടാവണം എന്നില്ല, പരമാവധി ശ്രമിക്കാം, എന്നാലും പ്രതീക്ഷിക്കേണ്ട, അല്ലെങ്കിൽ വരുമ്പോൾ വരാം. അപ്പോൾ ഞാനത് മാറ്റിവെച്ചു. കഴിഞ്ഞ 2 ദിവസം മുമ്പ് വരെ ഒരാഴ്ച വരെ ആലോചിച്ചു എൻ്റെതായ ആവശ്യങ്ങൾക്ക് പോവാം. ശനിയാഴ്ച രാവിലെ, വെള്ളിയാഴ്ച വെള്ളിയാഴ്ച പോകണം, അല്ലെങ്കിൽ ശനിയാഴ്ച രാവിലെ പോകണം എന്ന് ഉറപ്പിച്ചു. പിന്നീട് വീണ്ടും ചിന്തിപ്പോഴാണ് വിളിച്ചവർ മാത്രമല്ല, വിളിക്കാൻ കഴിയാത്തവർ, വിളിക്കുമെങ്കിൽ നമ്മളുണ്ടാവണം, അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു പറ്റുമുണ്ടാവണം, അല്ലെങ്കിൽ എടുപ്പുണ്ടാവണം, വിളിക്കാൻ കഴിയാത്തവരുണ്ടാവണം. അപ്പോൾ അങ്ങനെ ഉള്ള കുറേ എൻ്റെ ഓർമ്മയുണ്ട്. പ്രത്യേകിച്ചും
90 മുതൽ 96 വരെയുള്ള ബാച്ചുകളുടെ മിക്കവാറും എല്ലാ കുട്ടികളെയും എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ പേര് നമ്മൾ ചോദിക്കുമ്പോൾ ഇന്ന പേരാണെന്ന് തിരിച്ചറിയണമെന്നില്ല. എങ്കിലും ഒരു വട്ടാണ്ട് 1-2 വട്ടങ്ങൾ കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് കാണാത്തവരാണെങ്കിൽ പോലും നീ ഏത് ബാച്ചിനെ പഠിച്ചത്, അല്ലെങ്കിൽ ഏത് വർഷമായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ ക്ലാസ്സിലാണ് എന്ന് പറയുമ്പോൾ അറിയാമില്ല. അതിനേക്കാൾ ഒത്തുകൂടിയായിട്ട് ഒട്ടേറെ സന്ദർഭങ്ങളിൽ പല ആവശ്യങ്ങൾക്ക് വേണ്ടി ചെല്ലുമ്പോൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും എവിടെയെങ്കിലും പരിചയമുള്ളൊരു മുഖമില്ലാത്ത സ്ഥലമില്ല. ഞാനതുകൊണ്ട് തന്നെയാണ് നിങ്ങളെല്ലാവരെയും കുറച്ച് പരിഗണിക്കുന്നത്. ഒന്ന് കാണണം. പ്രത്യേകിച്ച് 96 വരെ വാച്ചിനെ കുറച്ചധികം അടുപ്പമുള്ള പരിചയമായിട്ടുള്ള കുട്ടികൾ, സൗഹൃദം മുന്നോട്ട് കുട്ടികളുണ്ട്. അവരൊക്കെ വന്ന് വിളിക്കുമ്പോൾ പറ്റില്ലായിരുന്നു പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ മനസ്സ് വരാത്തത് മാത്രമാണ് ഇന്ന് ഞാൻ എൻ്റെ എല്ലാ തിരക്കും മാറ്റിച്ചുകൊണ്ട് ഇത് വന്നിട്ടേ പോകുന്നുള്ളൂ എന്ന് തീരുമാനിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാം ഒന്ന് കാണാൻ, നിങ്ങളുടെ സന്തോഷം അറിയാൻ, ഞാൻ പറയുന്നതിനേക്കാൾ നിങ്ങളെ അറിയാനാണ് നിങ്ങൾക്ക് ആഗ്രഹം. നിങ്ങൾ പറയുന്ന വാക്കുകൾ, നിങ്ങളുടെ അനുഭവങ്ങൾ, നിങ്ങളുടെ ഉയർച്ചയും താഴ്ചയും ഒക്കെ അത് ഈ സദസ്സിൽ പങ്കുവെക്കണം. അത് കേൾക്കാനാണ് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ളത്. പക്ഷേ വിനയപൂർവ്വമായിട്ട് എനിക്ക് അത്യാവശ്യം തിരക്കുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ആദ്യം 1 മണിക്ക് പുറപ്പെടാം എന്ന രീതിക്ക് മാറ്റി വെച്ചിരിക്കുന്ന 12 മണി കഴിഞ്ഞാൽ ഞാൻ പോകും എന്നുള്ള അനുവാദങ്ങൾ ചോദിക്കുകയാണ്. എല്ലാവരുടെയും സമ്മർദ്ദത്തോടുകൂടി ഞാൻ ഈ പരിപാടി പറയുന്നതിൽ തന്നെ പോകും. എല്ലാവരും ഓരോരുത്തരും എൻ്റെ സ്നേഹവും അന്വേഷണവും അറിയിക്കുന്നു. കൂടാതെ നിങ്ങളുടെ അധ്യാപകരായിട്ടുള്ള ചെല്ലെങ്കിലും കഴിഞ്ഞ ദിവസം ഞാൻ വിളിച്ചിരുന്നു ഹരിദാസ് മാഷ്, ശൈലജ ടീച്ചർ, അനുകുമാരി ടീച്ചർ, സുമ ടീച്ചർ, കൃഷ്ണ മാഷ്, ഇങ്ങനെയുള്ളവർക്ക് പല കാരണങ്ങളുണ്ട്. റിട്ടയർമെൻറ്റിലേക്ക് നയിക്കുകയാണെങ്കിലും അവർക്ക് പലതരത്തിലുള്ള ആത്മഹത്യ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വ്യവസായങ്ങളൊക്കെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് അവർക്ക് എത്തിപ്പെടാൻ കഴിയില്ല. ആദ്യം എന്നോട് പറയണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ പ്രത്യേകമായിട്ട് അവർക്ക് വേണ്ടി ഉള്ള ആശംസ കൂടി നിങ്ങൾക്ക് അറിയിക്കുകയാണ്. എല്ലാവരുടെയും സ്നേഹത്തിന് നന്ദി പറഞ്ഞു എൻ്റെ വാക്ക് പറഞ്ഞു. നന്ദി. അടുത്തായിട്ട് നമ്മുടെ കൂടെ നമ്മുടെ കൂട്ടുകാരനെ പോലെ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന നമ്മുടെ നാട്ടുകാരൻ കൂടെയായ നമ്മുടെ അംശമാസ സാധാരണപൂർവ്വം നിങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്നു. ബഹുമാനപ്പെട്ട സഹപ്രവർത്തകരെ, മക്കളെ, ഒരു വലിയ സന്തോഷത്തിലാണ് നിങ്ങളെല്ലാവരും. ഞാൻ കഴിഞ്ഞ കൊല്ലാണ് 40 കൊല്ലത്തെ അഥവാ 78 ബാച്ചിലെ കുട്ടികളാരും ഒരുമിച്ച് കൂടി ദീപാവലി ആഘോഷിച്ചു. അന്ന് ആരും അറിയുന്നില്ല. അപൂർവത്തിലേക്കും 4-3 മാത്രമേ അറിയുള്ളൂ. അതിന് വ്യത്യാസമായി നിങ്ങൾക്ക് 24-25 പറഞ്ഞാൽ അതിന് ഏറെയാണ്. എന്നാൽ എല്ലാവരും ഇങ്ങനെ പരിചയം കൊടുക്കേണ്ട അവസരമാണ്. അല്ലെങ്കിൽ ഇതിൽ ചൊല്ലിട്ട് റിട്ടയർഡായ ആളുകളാണ് വേഗം ഒന്ന് മാറിപ്പോകണം. കാരണം അവരൊരു സർവീസ് സ്വന്തമായ കാര്യങ്ങൾ അവരുടെ അനുഭവങ്ങളും പറയുന്നതിനുള്ള അതിന് ആൾക്കാരൊക്കെ നമ്മൾ മാറിപ്പോകണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. എങ്കിലും ഈ വേദി ഒരുക്കാനാണ് എൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ ഫോൺ നമ്പർ തിരഞ്ഞെടുത്ത് ചില ആൾക്കാർ കോഴിക്കോട് ജില്ലയിലാണ്, ചില ആൾക്കാർ തൃശ്ശൂരാണ്. എല്ലാവരും ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി അധ്വാനിച്ച ആ എന്താ പറയുക സജീവ പ്രവർത്തകരെ ഞാൻ വിസ്മരിക്കുകയാണ്. ഏതായാലും നമ്മുടെ ആലപ്പുഴ ജില്ലയിലൊക്കെ ഇതേപോലെ സംഭവം വേദി ഉണ്ടാവും. അത് നമ്മുടെ മലപ്പുറത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ജാതിയും വേഷത്തിൻ്റെയും പേരിൽ തല്ലുകൂടുന്ന പരസ്പരം മനുഷ്യനാണ് എന്ന് പരിഗണിക്കാത്ത രൂപത്തിലുള്ള
പരസ്പരം അവരെ BJP അംഗമാണ് SDP അംഗമാണ് മനുഷ്യപരമായി പെരുമാറ്റമായി. പക്ഷെ BJP ആയാലും SDP ആയാലും എന്താ പറയാ ഇതായി ഒറ്റ കുറ്റത്തിൽ നമ്മൾ ഒരു രാഷ്ട്രീയത്തിൽ ഇപ്പോഴത്തെ കാലത്ത് നടക്കാൻ എന്നാലും ഈ ഒരു സന്തോഷം നമ്മുടെ എല്ലാ മകനും എല്ലാ രാഷ്ട്രീയക്കാരും ഒരുമിച്ച് പോകുന്ന ഇത്തരം വേദികൾ ഇനിയും ഈ നാട്ടിലുണ്ടാകും എങ്കിലേ ഐക്യവും സാഹോദര്യവും സൗഹൃദവും ഉണ്ടാവുള്ളൂ. സഹിഷ്ണുതയോട് പെരുമാറണം. മനുഷ്യനെ കാണാൻ നമുക്ക് സാധിക്കേണ്ടത് ഇത്തരം വേദികളിൽ ഉപകരിക്കുന്നതിൽ സംശയം 100% നമുക്ക് സന്തോഷത്തിന്റെ വിഷയമാണ്. ഞാൻ കൂടുതലും പറയുന്നത് വിശ്രാമത്ത് പറഞ്ഞതാണ്. എനിക്ക് ധാരാളം അനുഭവങ്ങൾ ഈ കഴിഞ്ഞ ആഴ്ച മഞ്ചേരി ജില്ലാ ചെന്നപ്പോൾ അവിടെ പരിചയം ആരുമില്ല ഇങ്ങനെ നോക്കുമ്പോൾ ആരുമില്ല. ഭയങ്കര അർജന്റ് ഡോക്ടറെ കാണിക്കുന്നുണ്ട്. അത് ഓടി വരുന്നൊരു അസമാശ ഞാൻ മാസ്ക് മാറ്റിയാണ്. ആ മാസ്ക് മാറ്റി പറഞ്ഞ പരിചയമുണ്ട്. എനിക്ക് പറഞ്ഞ എല്ലാ ഓഫീസിൽ പോയി എവിടെ പോയാലും ഞങ്ങൾ അധ്യാപകർ കിട്ടുന്ന ഈ ബഹുമാനം അത് സത്യമാസം സൂചിപ്പിച്ചു. ഇത്ര വേറെ ഏത് പോലീസുകാരനാണെങ്കിലും കൊള്ളക്കാരനാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് കലക്ടറാണെങ്കിലും ജഡ്ജിയാണെങ്കിലും അവരൊക്കെ സർവീസ് കഴിഞ്ഞ അവർ നെലിമലി ഞങ്ങൾക്ക് നെലിമലി കൊണ്ടേയിരിക്കുകയാണ്. എവിടെ കാണാൻ എത്ര ഞങ്ങൾ സഹായിച്ചാലും അടിച്ചാലും ഒരടിക്കുന്നവർക്ക് അത്ര അടിച്ചാലും ആ അടി കിട്ടിയ കുട്ടികൾ ഏറ്റവും അങ്ങനെ ഞങ്ങളുടെ എന്താ പറയുക ഒരു ആന്റി അവര് ഇനി ഏറ്റവും ഞങ്ങൾ അടുപ്പം കാണിക്കുകയാണ്. അതുകൊണ്ട് ഈ നിങ്ങൾ സംഘടിപ്പിച്ച സംസാരിക്കുന്നവർക്ക് കല്യാണം പോട്ടെ നിങ്ങൾ സാധ്യത കളിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനൊക്കെ വരുമ്പോൾ കളിക്കുന്ന ലക്ഷ്യം ചുമതലയാണ്. അതേ സ്ത്രീക്ക് ഇവിടെയൊക്കെ കഷ്ടം കഴിക്കാനൊക്കെ യോഗമില്ല എല്ലാവരും ഇതിന് പങ്കെടുത്ത് സൈസമാസത്തിലെ വലിയ ആളുകളുണ്ട്. അതുപോലെ പിന്നെ വരാൻ പറഞ്ഞ ഏറ്റവും ആളുകൾ ചില കാര്യങ്ങൾ സാധ്യതകൾ കൊടുക്കാത്ത ഏതായാലും ഇത് വരാൻ പറഞ്ഞാൽ ഒരു സന്തോഷം എല്ലാവരും കാണാനോ അതിന് ഏറ്റവും വലിയ സമ്പാദ്യം ഈ ഫ്രണ്ട്ഷിപ്പ്, ഈ സൗഹൃദം, ഈ സഹിഷ്ണുത, ഈ സഹോദര്യം ഇത് ഞാൻ ഏറ്റവും വലിയ സമ്പാദ്യം. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഈ ദാസനാഥുണ്ട്, പിന്നെ ജസ്റ്റിസുണ്ട്, അതുപോലെ ഭാനുമതി ടീച്ചറുണ്ട്, അതൊക്കെ ഉണ്ട്. പിന്നെ കഴിച്ചിട്ട് ധാരാളങ്ങളുണ്ട്. നിങ്ങൾക്ക് ഈ സമയം സംസാരിക്കാനല്ല സംസാരം നിർത്തിയിട്ട് വേഗം അങ്ങോട്ട് എന്തൊക്കെ വർത്തണം കുട്ടികളുടെയും മകനുടെയും ജോലി ഉണ്ടോ അങ്ങനെ ചോദിച്ച് കുശലം വരെ സമയം കിട്ടുന്നില്ല. എല്ലാവർക്കും ഈ സംഘാടക വിധം എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ദീർഘായുസം ആയുരാരോഗ്യം മാത്രം വീണ്ടും അടുത്തതായിട്ട് ഇവിടെ ബഹുമാനപ്പെട്ട ക്ഷണിക്കാൻ വളരെ വലിയെങ്കിലും വളരെ സന്തോഷത്തോടു കൂടി ക്ഷണമേറ്റ് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട ആമിന ടീച്ചർ ആദരവ് നിങ്ങൾക്ക് വിളിച്ചു. ഞാൻ അധികമായിട്ടൊന്നും സംസാരിക്കാൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും തമ്മിൽ ചർച്ച ചെയ്യാനൊരു സമയമാണ്. നിങ്ങളുടെ സമയം കൊടുക്കാൻ പറഞ്ഞു വരുന്നില്ല. എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇപ്പം നമുക്ക് എല്ലാവർക്കും ദീർഘായുസിനെയും നിങ്ങളുടെ കുടുംബത്തിനും ദീർഘായുസിന് ആരോഗ്യം ദൈവം പ്രദാനം ചെയ്യട്ടെ. പിന്നെ ഒരൊറ്റ കാര്യം പറയാനുള്ള ആർക്കും വല്ലാതെ മാർക്ക് കാണുന്നില്ല. ഒരുപാട് നമ്മൾ കൂടെ എല്ലാവരും ശ്രദ്ധിച്ചാൽ മാർക്ക് അടുത്തായിട്ട് ആവശ്യം തിരക്കുണ്ട്. അപ്പം മാഷിക്കുള്ള ചെറിയൊരു സ്നേഹം ഉപകാരം അത് കൊടുക്കുന്നതിന് വേണ്ടി ഐശ്വര്യ എന്ന കുട്ടിയെ
ആശുപത്രികളിലൊക്കെ ഇപ്പോൾ നമ്മൾ തന്നെ എല്ലാവരും ബുദ്ധിമുട്ടിയായിരുന്നു ജീവിച്ചിരുന്നത്. അപ്പോൾ ഈ ഡോക്ടർമാരുടെയും നേഴ്സുമാരുടെയും സ്ഥിതി എന്താണെന്ന് എല്ലാവർക്കും അറിയാം. വളരെ ബുദ്ധിമുട്ടിയാണ് അവർ ജോലിയിൽ നിന്ന് ഏർപ്പെട്ടിരുന്നത്. അപ്പോൾ അവർക്ക് നമ്മുടെ ഈ സംഗമത്തിന്റെ പേരിൽ ഒരു ചെറിയൊരു ഉപഹാരം കൊടുക്കുകയാണ്. ഡോക്ടർ ജിഷ, അതുപോലെ തന്നെ നേഴ്സുമാരായ ഷാജിമോൾ, പരിപാടി തുടരുകയാണ്. അടുത്തതായിട്ട് നമ്മൾ സംസാരിക്കാൻ വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട, പ്രത്യേകിച്ചും ഞങ്ങളുടെ കുട്ടികളെ കുറച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ട ടീച്ചർ അനുഭൂതി ടീച്ചറെ ആദരപൂർവ്വം ക്ഷണിച്ചു. നിങ്ങൾ എല്ലാവരെയും 26 വർഷമായി പിന്നെ അറിയാതെ എല്ലാവരും അതുകൊണ്ട് കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. കാരണം നിങ്ങൾ എല്ലാവരും അങ്ങോട്ടും സംസാരിക്കാനുള്ള അവസരമാണ് വേണ്ടത്. അത് കൂടുതൽ ഒന്നും പറയുന്നില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും എന്തെങ്കിലും ആശംസകൾ നൽകുന്നു. എല്ലാവരും നന്നായി സന്തോഷത്തോടുകൂടി ഇരിക്കണം. ഇനിയും ഇങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ വന്നപ്പോൾ കുറേ മുഖങ്ങൾ പരിചയമുള്ള മുഖങ്ങളുണ്ട്. കാരണം അവിടുത്തെ കുട്ടികൾ ഇവിടെ സ്കൂളിൽ പോയി പഠിക്കുന്നുണ്ട്. അങ്ങനെ രക്ഷിതാക്കളായിട്ട് വൈദ്യയുടെ കേട്ട് വരുന്നുണ്ട്. അപ്പോൾ കുറേ പേരൊക്കെ പരിചയമുള്ള മുഖമായിട്ടാണ് എനിക്ക് ഇന്ന് തോന്നുന്നത്. ഓരോരുത്തരെ കാണുമ്പോഴാണ് ഇവരാണ് 4 ബാച്ചിലുള്ളവർ ഇവരാണ് മനസ്സിലാവുന്നത്. അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട് നിങ്ങളെ കണ്ടതിലൊക്കെ. അതേപോലെ തന്നെ നിങ്ങൾക്ക് എത്ര സന്തോഷമുണ്ടോ അതേപോലെയുള്ള സന്തോഷം എനിക്കുണ്ട്. എനിക്ക് ഓരോ സംഗമത്തിലും മറ്റുള്ള എല്ലാവരെയും കാണാൻ കഴിയുന്നതും വളരെ ഒരു നല്ല കാര്യമായിട്ടാണ് ഞാൻ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ
വായനാശീലം വളരെയധികം വായിക്കുക എഴുതുക എന്നുള്ള കാര്യങ്ങൾ വളരെ അധികം കുറവാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ അതിന് വേണ്ട കുട്ടികൾക്ക് വേണ്ട ആ ഒരു നിർദ്ദേശങ്ങൾ കൊടുക്കുകയും അവരുടെ കൂടെ ഒപ്പം നിൽക്കാനും ഓരോരുത്തരും ശ്രമിക്കണം. നല്ല മക്കളായിട്ട് വളരെ ഇന്നത്തെ പോലെ തന്നെ നല്ല ഉയർച്ച മക്കൾക്ക് ഉണ്ടാവട്ടെ പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി. അടുത്തതായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചർ നിലവിലെ സ്കൂളിലെ ഹൈസ്കൂളിലെ കൂടിയ നമ്മുടെ ടീച്ചർ എല്ലാവർക്കും നമസ്കാരം. ഇവിടെ വരുമ്പോഴാണ് ഒരുപാട് പേര് എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായത്. ഞാനിവിടെ അതിന് പങ്കെടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവരെയും കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ ഇന്ന് കാണുന്നുണ്ടായിട്ടു വരാൻ വൈകിയതുകൊണ്ട് ഇനി നേരത്തെ ഒന്നുകൂടി കാണും. മീറ്റിംഗ് കഴിഞ്ഞിട്ട് കാണും. പലരെയും ഓർമ്മ വരുന്നുണ്ട്. 94 ബാച്ച് എന്ന് പറയുന്നത് കുറച്ചൊക്കെ രീതിയിൽ പൂർത്തിയായിട്ടുള്ള ഒരു സമയമായതുകൊണ്ട് കുറേ പേരൊക്കെ അറിയാം. ശബരി ഗിരിനാഥനാണ് അവിടെ വന്ന് ക്ഷണിച്ചത്. അപ്പം എല്ലാവരും എല്ലാ ടീച്ചേഴ്സും നിങ്ങളുടെ കാര്യങ്ങൾ പഴയ കാര്യങ്ങളൊക്കെ നിങ്ങളെ ഓർമ്മിപ്പിച്ചു. നിങ്ങൾ ഹൈസ്കൂളിൽ കൂടണം എന്നായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. അവിടെ ഇപ്പോഴത്തെ സ്ഥിതി നിങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയാം. ഇപ്പം അങ്ങനെ സ്റ്റേജിൻ്റെ അവിടെ മുൻവശത്ത് ഒരു മീറ്റിംഗ് കൂടാനുള്ള ഒരവസ്ഥയല്ല ഉള്ളത്. എന്നിരുന്നാലും നിങ്ങൾ അവിടെ പോയി കാണണം. സ്കൂളിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. സ്കൂളിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ സൗകര്യങ്ങളൊക്കെ കൂട്ടിയിട്ടുണ്ട്. അത് ഈ കഴിഞ്ഞ വർഷമാണ്, അതായത് കഴിഞ്ഞ ഏപ്രിൽ മുതൽ ഈ നവംബർ 1 തുറക്കുന്നത് വരെയും പണികൾ നടന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 10 ദിവസത്തെ അവധിക്ക് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം എല്ലാവരും സ്കൂളിൽ വന്ന് സ്കൂള് കാണാൻ നിങ്ങൾ പഠിച്ച ക്ലാസ് റൂമൊക്കെ കാണാൻ കഴിയും. ചിലർക്ക് അവധിയായതുകൊണ്ട് അടഞ്ഞിടക്കണം. എല്ലാ ക്ലാസ് റൂമുകളും ടൈലിട്ട് ഹൈടെക് റൂമുകളാക്കി ആ രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അതിൽ സന്തോഷിക്കാം. പിന്നെ എല്ലാവരും കാണാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷം. അതുപോലെ അധ്യാപകർ കുറച്ച് പേരും കൂടിയൊക്കെ ഉണ്ടാവുമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ എല്ലാവരെയും കാണാം എന്നുള്ളൊരു ആഗ്രഹത്തിലും സന്തോഷത്തിലുമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കുറച്ച് അധ്യാപകരെ കാണാൻ കഴിഞ്ഞുള്ളൂ. എന്നിരുന്നാലും എല്ലാവരെയും കാണാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട്. തുടർന്ന് നിങ്ങൾക്ക് ഇതേപോലെയുള്ള പരിപാടികൾ ഉണ്ടാക്കാൻ കഴിയട്ടെ. അതിൻ്റെ സംഘാടകർക്ക് എല്ലാവിധ ആശംസകളും നേരിടുന്നു. ഇതുപോലെയുള്ള പരിപാടികൾ ഇനി നിങ്ങൾക്ക് നടത്താൻ കഴിയട്ടെ. വലിയ കുഴപ്പമില്ലാതെ നമുക്ക് അടുത്ത മീറ്റിങ്ങുകളൊക്കെ ചിലപ്പോൾ ഹൈസ്കൂളിൽ വെച്ചിട്ട് തന്നെ നടത്താൻ കഴിയുമായിരിക്കും. അപ്പോൾ ആ രീതിയിൽ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. അടുത്തതായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകർ നിലവിലെ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ കൂടിയായ വേദിയും സദസ്സുമുള്ള എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ നിങ്ങളുടെ റീയൂണിയൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ ടീച്ചേഴ്സിൻ്റെയും കൂടി ഒരു റീയൂണിയനാണ്. വർഷങ്ങൾക്ക് മുൻപ് സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്ത് പോയിട്ടുള്ള ടീച്ചേഴ്സിനെ ഞങ്ങൾക്കും കാണാൻ കിട്ടിയുള്ള ഒരവസരമാണ്. കുറച്ചുകൂടി ടീച്ചേഴ്സ് ഉണ്ടാവും ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ക്ഷണിക്കാനിട്ടാവില്ല എന്ന് ഞങ്ങൾക്കറിയാം. എല്ലാവരും നന്നായിട്ട് എല്ലാവരെയും ഗംഭീരമായിട്ട് ക്ഷണിച്ചിട്ടുണ്ട്. എന്നെ തന്നെ 2-3 പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. പിന്നെ ഒരാളെ തന്നെ 2-3 പ്രാവശ്യം വിളിക്കണമെന്നൊക്കെ ഓരോരുത്തരെയും നിങ്ങൾ അത്രയും വിളിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഫിറോസ് തങ്ങൾ, അതുപോലെ തന്നെ ശബരി, പിന്നെ ഉസ്മാൻ, ശബരി ഉസ്മാനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഉസ്മാൻ 2 തവണ നിലയിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇപ്പോൾ ഇവിടെ കാണുന്ന ഓരോരുത്തരെയും ഇപ്പോൾ ഓരോ ബാച്ചിൻ്റെ കൊല്ലത്തിൻ്റെ കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ കുട്ടികളാണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കുക. പക്ഷെ അവിടെ വന്ന് കണ്ടപ്പോൾ മനസ്സിലായി നമ്മളെല്ലാവരും നല്ല മുഖപരിചയമുള്ളവരും പലരുടെയും പേരുകൾ നമുക്കറിയാം. അങ്ങനെ അത്രയധികം മറന്നു പോകാവുന്നൊരു കാലയളവൊന്നും ആയിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇനിയും കുറച്ച് കാലം കൂടി കഴിഞ്ഞ് നമ്മുടെ മുഖച്ഛായയൊക്കെ ഒന്ന്
ഒരു 100-ലധികം കുട്ടികളെ അവിടെ പങ്കെടുപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയും കാലത്തിന് ശേഷം ഇതിൻ്റെ സംഘാടകർ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും. അവരെ തന്നെയാണ് നമ്മൾ പ്രത്യേകം അഭിനന്ദിക്കേണ്ടത്. ഏതായാലും ഇന്നത്തെ ഈ പരിപാടി വളരെ ഭംഗിയായിട്ട് പോട്ടെ. മാഷും മറ്റു പലരും പറഞ്ഞ പോലെ ഞങ്ങളുടെ കുറേ പ്രസംഗങ്ങൾ കേട്ട് ബോറടിക്കാനല്ല ഞങ്ങൾ വന്നിട്ടുള്ളത്. ഞങ്ങൾക്കറിയാം ഞങ്ങളെ ക്ഷണിക്കണം, ഞങ്ങളെ അത് കാണണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷെ ഞങ്ങൾ ഒരുപാട് സംസാരിച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വലിയ ബോറോ. നിങ്ങൾക്ക് ഇങ്ങനെ പരസ്പരം എവിടുന്നൊക്കെ ഒന്ന് മാറിയാണ് ഇവിടെ വന്ന് സംസാരിക്കാനും വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഒരു ദിവസമാണ്. ആ ഒരു സമയം നമ്മളൊരധികം പ്രസംഗം നടത്തി കളയുന്നില്ല. ഏതായാലും ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകൻ സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ എന്നാണ് വരുന്നത്. 94-95 അധ്യയന വർഷത്തെ വിദ്യാർത്ഥികളാണ് ഇപ്പോൾ വരുന്നത്. ഒരു 28 വർഷം മുമ്പ് കണ്ട മുഖങ്ങളാണ്. പല ആൾക്കാരും ഇടയ്ക്കിടയ്ക്കുള്ള കാണുന്നുണ്ട്. എന്നാലും ഞാൻ ഓരോരുത്തർ പേര് ചോദിക്കും, എന്താണ് ഇവിടെ പറയുമ്പോൾ എനിക്ക് ഓർമ്മ കിട്ടുന്നുണ്ട്. ഞാൻ ഇവിടെ വന്ന് 1993 ഞാൻ ഇവിടെ വന്നത്. 94 ഞാൻ നിങ്ങളെ പഠിപ്പിക്കാനുള്ളൊരു യോഗമുണ്ടായി. ജിയോഗ്രഫിയെ പഠിപ്പിച്ചിരുന്നാൽ എനിക്ക് തോന്നുന്നു. പെട്ടെന്ന് ഒരു സന്ദർഭത്തിലാണ് അങ്ങനെ ക്ലാസ്സുകൾ എടുക്കേണ്ടി വന്നത്. അപ്പോൾ അന്ന് മുതൽ ഞാൻ നിങ്ങളെ ഫസ്റ്റ് ബാച്ച്, അന്ന് ഞാൻ പ്രൈമറി സ്കൂളിൽ വർക്ക് ചെയ്തിരുന്നു. ഹൈസ്കൂളിൽ അങ്ങനെ എടുക്കാനൊരു അവസരം ഉണ്ടായി വന്നു. അപ്പോൾ ഞാൻ നിങ്ങളെ എന്നും ഓർക്കും. എൻ്റെ ആദ്യത്തെ SSLC ബാച്ചിലെ കുട്ടികളാണ്. അന്ന് ഞാൻ എന്നും ഓർക്കുന്നതാണ്. പലരെയും ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട്. ആ ഓർമ്മ ഇപ്പോഴും അങ്ങനെ ഞാൻ നിലനിർത്തി പോകുന്നു. ഇതേപോലെ ഗെറ്റ് ടുഗദർ സംഘടിപ്പിച്ച ഇപ്പോൾ എല്ലാ കുട്ടികളുടെയും ഫോൺ നമ്പറും കാര്യങ്ങളെല്ലാം ഇപ്പോഴത്തെ കാലത്തൊക്കെ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ അന്ന് ഒരു 28 വർഷം മുമ്പുള്ള കുട്ടികളുടെ ഫോൺ നമ്പറും വീട്ടിലെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഗെറ്റ് ടുഗദർ നടത്താൻ ഇതിനുവേണ്ടി പ്രയത്നിച്ച ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് എൻ്റെ ഒരു അകമഴിഞ്ഞ സന്തോഷം ഞാൻ അവരോട് രേഖപ്പെടുത്തുകയാണ്. അതേപോലെ എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഞങ്ങൾ 4 പേരുടെ റിട്ടയർഡ് ആവാത്തുള്ള വർക്ക് ചെയ്തവരും റിട്ടയർഡായ ആൾക്കാരാണ്. ഇങ്ങനെ എല്ലാ അധ്യാപകരെയും കാണാനും അതേപോലെ തന്നെ നിങ്ങളെ കാണാനും ഒക്കെ ഒരു അവസരം തന്നതും അതേപോലെ ഇവിടെ എനിക്ക് ഞങ്ങൾക്ക് നൽകിയ സ്നേഹോപകരണത്തിനും ഒക്കെ ഞാൻ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ സമയം ഞാൻ അധികം എടുക്കുന്നില്ല. നമുക്ക് കുറച്ച് നേരം ഉണ്ടാവും, തമ്മിലൊക്കെ സംസാരിക്കാം. എല്ലാവിധ ആശംസകളും നിങ്ങളുടെ ഭാവി ജീവിതത്തിലും എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ അധ്യാപകർക്ക് പോകാൻ തിരക്കുണ്ടാവുന്നതുകൊണ്ട് നമുക്ക് ഈ ഔദ്യോഗിക പരിപാടി നന്ദി പറഞ്ഞുകൊണ്ട് സമാപിക്കുന്ന ശേഷം നല്ല സദ്യ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് കഴിച്ചതിന് ശേഷം രണ്ടാമത് നമുക്ക് പരിചയപ്പെടലും മറ്റ് സംസ്ഥാനങ്ങളൊക്കെ നമ്മുടെ സംസ്ഥാനങ്ങളൊക്കെ അതിന് ശേഷം ഉണ്ടാവും. നന്ദി പറയുന്നതിന് വേണ്ടി ഈ ഒരു കൂട്ടായ്മ നമുക്ക് നടത്താൻ വേണ്ടി തുടക്കം കുറിച്ചു. വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് ആളുകളെ സംഘടിപ്പിച്ച് അതിന് തുടക്കം കുറിച്ച ആളാണ്. ആ തുടക്കം കുറിച്ച സന്ധ്യയെ ഈ പരിപാടിക്ക് നന്ദി അർപ്പിക്കുന്നതിന് വേണ്ടി അതിനോട് എല്ലാവർക്കും നമസ്കാരം. പിന്നെ കുറേ കാലത്ത് ആഗ്രഹമാണ് കേട്ടോ ഈ കൂട്ടായ്മ വന്നിട്ടില്ല. അതൊക്കെ വലിയ നഷ്ടമായിട്ടാണ്. ഒന്നാമത് എല്ലാവരും കാണാൻ പറ്റി. കുറേ മാറ്റങ്ങളുണ്ട് എല്ലാവർക്കും. പിന്നെ കുറേ ഇതായിട്ട് പറയാനൊക്കെ അറിയില്ല കേട്ടോ. നന്ദി പറഞ്ഞാൽ അങ്ങനെ സ്റ്റേജിൽ കയറി പറയാനൊന്നും അറിയില്ല. എന്നാലും പറയാണ് എത്ര സന്തോഷമാണെന്ന് വെച്ചാൽ അറിയില്ല. അത്രയും സന്തോഷം. പിന്നെ ഈ മാഷന്മാരെ കുറച്ചും കൂടി എല്ലാവരും അതേപോലെ കാണുന്നുണ്ടാവും. അത് കുറച്ചേ ഉള്ളൂ. ഞാനും അത്ര കാണുന്നതിന് വലിയ സന്തോഷം. വിശ്വാസ മാഷിന്റെ മലയാളം ക്ലാസ്, അബ്ദുൽ സാറിന്റെ ജോഗ്രഫി ക്ലാസ്, പിന്നെ റോൾ നമ്പർ പറഞ്ഞിട്ട് അടിക്കുന്ന ആളാണ് വിശ്വാസ മാഷ്. പക്ഷെ അതുകൊണ്ട് മലയാളത്തിൽ നല്ല ഇഷ്ടമാണ്. പക്ഷെ പിന്നെ സതീശ മാഷിന്റെ കൂടെ വെട്ടുകാട്ടിലേക്ക് സ്ഥിരമായിട്ട് നടന്നു പോകും. തോടെ ഇറങ്ങി കയറിയിട്ട് അങ്ങനെ പോണൊക്കെ. പിന്നെ ഹിന്ദി ക്ലാസ് അടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഹിന്ദി അന്ന് ഒന്നും ഇല്ലാതില്ല. അങ്ങനെ പിന്നെ ദാസമാഷ് നമ്മൾ ദാസമാഷ് വന്ന വർഷമാണ് നമ്മൾ 10ാം ക്ലാസ്സിൽ ഉണ്ടായിരുന്നത്. കുറച്ച് പുതിയ മാഷന്മാർ വന്നത്. ബോർഡിൽ നല്ല ഹാൻഡ് റൈറ്റിങ്ങിൽ ഇംഗ്ലീഷ് വേർഡ്
പറയുന്നു. പിന്നെ ഇത് ഞാൻ ഗ്രൂപ്പ് തുടങ്ങിയെന്ന് വെച്ചാൽ 3, 4, 5 കുട്ടികൾ വെച്ചിട്ടാണ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുള്ളത്. ബാക്കി ഇത് ഇത്രയും ആക്കി ഇന്നിപ്പോൾ ഒരു സംഘം ഉണ്ടാക്കി ഇങ്ങനെ ആളെ കൂട്ടാൻ വേണ്ടിയിട്ട് പിന്നെ പിന്നിൽ ഇതായി കുറേ ആൾക്കാർ, കുറേ കുട്ടികൾ പേരിട്ട് പറയാത്ത ചിലപ്പോൾ വിട്ടുപോകും. ഞാൻ പറയാം ശബരി, സിറാജ്, ഫിറോസ്, പിന്നെ കുറേ ആൾക്കാരുണ്ട്. ഒരാൾ കുറച്ചൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ വിട്ടുപോകുന്നത് കൊണ്ടായിട്ട് മറന്നാൽ സോറി. അങ്ങനെയുള്ള എല്ലാവർക്കും നന്ദി. പിന്നെ ഇന്ന് ഫുഡ് അറേഞ്ച് ചെയ്ത് ഈ ഹാള് നമ്മുടെ സ്കൂളിനെ ഇങ്ങനെ എല്ലാവർക്കും നമ്മൾ ഒരു കൂട്ടുകാരനോട്ട് മര്യാദയായിട്ടില്ലായിരുന്നു. അന്ന് നമ്മളെല്ലാവരും ഒന്നിച്ച് നിന്നിട്ട് അവനെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ആ കൂട്ടിപ്പിടിച്ച് നമ്മളെല്ലാവരും ആ ഒരു ഇത് ചെയ്ത എല്ലാ നമ്മളെ വലിയ കൂട്ടുകാർക്കൊക്കെ നമ്മുടെ SSC ബാച്ചിൻ്റെ പേരിലും എൻ്റെ പേരിലും ഒക്കെ നന്ദി. പിന്നെ അന്ന് ചികിത്സയ്ക്കും ഇതിനൊക്കെ കുറേ ഹെൽപ്പ് ചെയ്യുന്ന ജിഷ, മോഹൻ അവർക്കൊക്കെ ഞാൻ നമ്മുടെ പേരിലും ഈ ബാച്ചിൻ്റെ പേരിലൊക്കെ നന്ദി പറയുന്നു. ഇനി ആരെയും വിട്ടൊക്കെ അറിയില്ല, ഞാൻ ആരെ വിട്ടിട്ടുണ്ടെങ്കിലും സോറി. എല്ലാവർക്കും നന്ദി. തണലത്തരമതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയക്കുളിരും മാറ്റുള്ളൊരു പിന്നും മറയത്തൊളി കണ്ണും കളിയൂ ഞാനാടുന്നേ ഇടനാടിയില മതിയാവിൽ ഒരു നാളിലും ഈ നല്ലൊരു നേരം ഇതുപോലെ സുഖമറിയുന്നൊരു കാലം കാറ്റാടിത്തണലും തണലത്തരമതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയക്കുളിരും കവിൾ ചേരുന്നൊരു പൊൻവെയിലായി മാറാ നെഞ്ചം കണി കണ്ടേ നിറയേ മഞ്ഞിൻ കവിൾ ചേരുന്നൊരു പൊൻവെയിലായി മാറാ നെഞ്ചം കണി കണ്ടേ നിറയേ കാണുന്നതിലെല്ലാം മഴവില്ലുള്ളതുപോലെ ചീരുള്ളവയെല്ലാം വരമാകുന്നതുപോലെ പുലരൊളിയുടെ കസവഴിയണ മലരുകളുടെ രസനടനം കാറ്റാടി തണലും തണലത്തരമതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയക്കുളിരും പാകുന്നൊരു പെൺമയിലായി മാറാനുള്ളിൽ കൊതിയില്ലേ സഖിയേ നിന്നിൽ മിഴിപാകുന്നൊരു പെൺമയിലായി മാറാൻ ഉള്ളിൽ കൊതിയില്ലേ സഖിയേ കാണാതൊരു കിളിയെങ്ങോ കൊഞ്ചുന്നതുപോലെ കണ്ണീരിനു കൈപ്പിൽ നിന്നറിയുന്നതുപോലെ പുതുമഴയുടെ കൊലുസിളകിയ കനവുകളുടെ പദചലനം കാറ്റാടി തണലും തണലത്തരമതിലും ബതിലില്ല മനസ്സുകളുടെ പ്രണയക്കുളിരും മാറ്റുള്ളൊരു പിന്നും മറയത്തൊളി കണ്ണും കളിയൂഞ്ഞാലാടും നീളനാടില മതിയാവില്ലൊരു നാളിലും ഈ നല്ലൊരു നേരം ഇനിയിൽ ഇതുപോലെ സുഖമറിയുന്നൊരു കാലം കാറ്റാടിത്തണലും തണലത്തരമതിലും മതി
അതിരില്ല മനസ്സുകളുടെ പ്രണയക്കുളിരും മറ്റുള്ളൊരു പെണ്ണും മറയത്തൊളി കണ്ണും കളിയും ഞാനാടുന്നേ ഇടനാടില. സുഹൃത്ത് സുഹൃത്ത് ഉള്ളിൽ ഇഷ്ടം ബഹുത്ത് മനസ്സിൻ മടിയിലല്ല എന്നും ഇരിപ്പ് കടലിൻ അലയിൽ അവൻ പച്ചത്തുരുത്ത് സുഹൃത്ത് സുഹൃത്ത് എന്നും എന്റെ സുഹൃത്ത്. സുഹൃത്ത് സുഹൃത്ത് ഉള്ളിൽ ഇഷ്ടം ബഹുത്ത് മനസ്സിൻ മടിയിലല്ല എന്നും ഇരിപ്പ് കടലിൻ അലയിൽ അവൻ പച്ചത്തുരുത്ത് സുഹൃത്ത് സുഹൃത്ത് എന്നും എന്റെ സുഹൃത്ത്. നീ പാടും പാട്ടിത് സ്നേഹത്തിൻ കൂടിത് പൂമ്പാട്ടുരുമാലിത് സുഹൃത്ത് ഓ സുഹൃത്ത് ഓ. തോരാത്ത മഴയും മഴയിൽ കൂടെ വന്നു കൂട്ടിരിക്കും തോഴൻ കൂടെ പിറക്കാത്ത സോദരൻ സുഹൃത്ത് ഓ. സുഹൃത്ത് സുഹൃത്ത് ഉള്ളിൽ ഇഷ്ടം ബഹുത്ത് മനസ്സിൻ മടിയിലല്ല എന്നും ഇരിപ്പ് കടലിൻ അലയിൽ അവൻ പച്ചത്തുരുത്ത് സുഹൃത്ത് സുഹൃത്ത് എന്നും എന്റെ സുഹൃത്ത്. തോരാത്ത മഴയും മഴയിൽ കൂടെ വന്നു കൂട്ടിരിക്കും തോഴൻ കൂടെ പിറക്കാത്ത സോദരൻ സുഹൃത്ത് ഹോ. നീ പാടും പാട്ടിത് സ്നേഹത്തിൻ കൂടിത് പൂമ്പാട്ടുരുമാലിത് സുഹൃത്ത് ഓ സുഹൃത്ത് ഓ. തോരാത്ത മഴയും മഴയിൽ കൂടെ വന്നു കൂട്ടിരിക്കും തോഴൻ കൂടെ പിറക്കാത്ത സോദരൻ സുഹൃത്ത് ഓ. സുഹൃത്ത് സുഹൃത്ത് ഉള്ളിൽ ഇഷ്ടം ബഹുത്ത് മനസ്സിൻ മടിയിലല്ല എന്നും ഇരിപ്പ് കടലിൻ അലയിൽ അവൻ പച്ചത്തുരുത്ത് സുഹൃത്ത് സുഹൃത്ത് എന്നും എന്റെ സുഹൃത്ത്. എല്ലാവർക്കും നമസ്കാരം. അത്രയ്ക്ക് നന്നായിട്ടൊന്നും പാട്ട് പാടാനൊന്നും എനിക്കറിയില്ല. എന്നാലും ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കാം. അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഒരു എഴുതുകാനുമാണ്. സുഗന്ധി മലരുകൾ സ്വപ്നം കാണും സ്വർഗത്തിൻ താഴ്വരയിൽ സുഗന്ധി മലരുകൾ സ്വപ്നം കാണും സ്വർഗത്തിൻ
സ്വർഗത്തിൻ താഴ്വരയിൽ. താങ്ക് യു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് ജിഷ, എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ബാച്ച് തന്നെയാണ്. ഞാൻ ഡോക്ടറാണ്. ഇപ്പോൾ കോഴിക്കോട് പേരാണ് താലൂക്ക് ഹോസ്പിറ്റലിലാണ്, ഗവൺമെൻറ് സർവീസിലാണ്. ENT ആണ്, സ്പെഷ്യലിസ്റ്റ്. ഇതൊക്കെ പോരെ. പിന്നെ എല്ലാവരും പരിചയപ്പെടുത്തുക. കുറേ പേര് ചോദിച്ചു, അറിയില്ലെന്ന് ചോദിക്കുന്ന ആ ചോദ്യമാണ് ഇപ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. എല്ലാവരും മുഖങ്ങളൊക്കെ അറിയാം, പക്ഷെ പേരുകളൊക്കെ മറന്നു തുടങ്ങിയിട്ടുണ്ട്. കുറേ ആയിട്ട് ആരുമായിട്ട് അങ്ങനെ ടച്ചില്ല. പിന്നെ വയസ്സായതിൻ്റെ ആയിരിക്കും പേരുകൾ കുറേ മറന്നിട്ടുണ്ട്. പക്ഷെ ആൾക്കാരെല്ലാം മുഖങ്ങളൊക്കെ പരിചയമുണ്ട്. അപ്പോൾ ഓരോരുത്തരായിട്ട് വന്ന് പരിചയപ്പെടുത്തുക. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷീബ ബാലു. പല ആളുകളും എന്നെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അമ്മ ടീച്ചറെ മോളാണെന്ന് എനിക്ക് കുറേ ആളുകൾ ചോദിച്ചു. ഞാൻ അമ്മ ടീച്ചറെ മോളല്ല, റിലേറ്റീവാണ്. അന്ന് 8ാം ക്ലാസ്സിലാണ് ഈ ശാരദാ സ്കൂളിലോട്ട് വന്നത്. പക്ഷെ അന്ന് കണ്ട ഒരുപാട് പേര് ഇപ്പോഴും ഫേസ് കുറേ 9B ക്ലാസ് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. 10A ക്ലാസ് എനിക്ക് ഓർമ്മയില്ല. 9B പഠിക്കുന്ന ഒരുപാട് പേരെ കണ്ടപ്പോൾ അതുപോലെയൊക്കെ തന്നെ ഉണ്ട് ഇപ്പോഴും. എല്ലാവരും വളരെ സന്തോഷം. ഞാനിപ്പോൾ ഗവൺമെൻറ് സർവീസിലാണ്. 12 വർഷം കഴിഞ്ഞു. ഹൈസ്കൂൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നത് ചെറുകോട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ടീച്ചറാണ്. പിന്നെ ഹസ്ബൻഡ് ഫോറസ്റ്റിലാണ്, ഡെപ്യൂട്ടി റേഞ്ചറാണ്. 2 മക്കളുണ്ട്. വിഷയം ഞാൻ ബോട്ടണി ഒക്കെ ആണെങ്കിലും ഹൈസ്കൂൾ അഥവാ ബയോളജി ആയി പോയി. എൻ്റെ മക്കളെ സ്മിത AC പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെ ഒരു എന്താ പറയുക ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ മക്കൾ ടീച്ചറാണ്. സ്മിത AC അല്ല, സ്മിത AC പിന്നെ എന്താ പറയുക സ്കൂളിൻ്റെ അടുത്ത് തന്നെയാണ് വീട്. അങ്ങനെ സുഖമായിട്ട് പോകുന്നു. പിന്നെ എന്നെ ഓർമ്മയില്ലാത്തവർ കുറേ പേരുണ്ട്, എനിക്ക് ഓർമ്മയില്ലാത്തവർ കുറേ പേരുണ്ട്. അതിലൊന്നും വിചാരിക്കരുത്. നമ്മൾ സ്മിത ജിഷ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ വർഷങ്ങൾ കുറേ കടന്നു പോയിട്ടുണ്ട്. അത് നമുക്ക് ഓർമ്മകളൊക്കെ കുറേ മറന്നു പോയിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ. എന്നിരുന്നാലും ഇവിടെ വരാം. ഞാൻ വരുന്നില്ല വിചാരിച്ചതായിരുന്നു. 1-2 പേര് ഞാൻ വിചാരിച്ച ആളുകളൊന്നും വരാത്തതുകൊണ്ട് ഞാനും വരുന്നില്ല എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷെ ഇവിടെ വന്നത് വളരെ സന്തോഷമായി. ഒരുപാട് പേരെ നമുക്ക് കാണാൻ പറ്റി. ഇനിയൊരു കാണൽ എന്നാണെന്ന് പറയാൻ പറ്റില്ല. എന്നിരുന്നാലും ഈ ഒരു നിമിഷം ഇതിന് വരാൻ പറ്റിയത് എൻ്റെ ഏറ്റവും നല്ലൊരു ഭാഗ്യമായിട്ട് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും താങ്ക് യു. എൻ്റെ പേര് ബിനോയിയാണ്. കുറേ ആളുകൾക്ക് അറിയാം. ഗ്രൂപ്പിൽ കവിത കേട്ട് വന്ന് തുടങ്ങിയതാണ്. വലിയ കവിത പാട്ടും ആളായിട്ടൊന്നുമല്ല. അപ്പം എന്തായാലും ഞാൻ പരിചയപ്പെടുത്തുന്നതിൻ്റെ ഒപ്പം തന്നെ ഒരു കവിതയായിട്ട് ഞാൻ തുടങ്ങണം. ഗ്രൂപ്പിൽ ഞാൻ ഫസ്റ്റ് വന്നപ്പോൾ നാറാണത്ത് പ്രാന്തൻ എന്നുള്ളൊരു കവിത ചൊല്ലിയിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ അതായിട്ട് തന്നെ പരിചയപ്പെടുത്തുന്നതിൻ്റെ ഒപ്പം കവിത ആലപിച്ചുകൊണ്ട് തുടങ്ങും. നാറാണത്ത് പ്രാന്തൻ. 12 മക്കളെ പെറ്റൊരമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ. 12 രാശിയും നീറ്റുമമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് നാഥൻ. 12 മക്കളെ പെറ്റൊരമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ. 12 രാശിയും നീറ്റുമമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് നാഥൻ. എന്റെ സിരയിൽ ഉരയ്ക്കും പുഴുക്കളില്ല, കണ്ണിലിരവിന്റെ പാഷാണ തിമിരമില്ല. എന്റെ സിരയിൽ ഉരയ്ക്കും പുഴുക്കളില്ല, കണ്ണിലിരവിന്റെ പാഷാണ തിമിരമില്ല. ഉള്ളിൽ അഗ്നികോളിൽ കാറ്റുറഞ്ഞു തീചീറ്റുന്ന നഗ്നമാം ദുസ്വർഗ കാമമില്ല. പാഴ്വെച്ച തുമ്പിച്ച വാതിലുകളടയുന്ന പാഴ്നിഴൽ കുറ്റുകൾ ചിതപ്പാറ്റിയുടയുന്ന ചിടകെട്ടി കേവലത ധ്യാനത്തിലുറയുന്ന ചുടുകാറ്റിലെറിയാതെരിഞ്ഞതിരിയായി നേരു ചികയുന്ന ഞാനാണു ഭ്രാന്തൻ. മൂകമുരുകുന്ന ഞാനാണു മൂടൻ. നേരു ചികയുന്ന ഞാനാണു ഭ്രാന്തൻ. മൂകമുരുകുന്ന ഞാനാണു മൂടൻ. കോയ്മയുടെ കോലങ്ങളെറിയുന്ന ജീവിത ചുടലയ്ക്കു കൂട്ടിരിക്കുമ്പോൾ കോവിലുകളെല്ലാം ഒതുങ്ങുന്ന കോവിൽ അഴകത്തിലെത്തി നിൽക്കുമ്പോൾ കോലായി
ഇരുളിന്റെ ആഴത്തിൽ അത്യാത്മ ചൈതന്യമിമ വെട്ടി വിരിയുന്ന വേടമാടങ്ങളിൽ ഈറകളിളം തന്നിൽ ആത്മബോധത്തിന്റെ ഈണം കുരുക്കുന്ന താടകപ്പൊന്തയിൽ ഉള്ളും പരുന്തും കുരുത്തോല നാഗവും വള്ളുവച്ചിന്തു കേട്ടാടും വനങ്ങളിൽ ആടിവേഗം പുലപ്പേടി വേഷം തളഞ്ഞാവണിപ്പൂവുകൾ വെട്ടും തളങ്ങളിൽ അടിയാർന്നുറക്കുന്ന പാടപ്പറമ്പുകളിൽ അഗ്നിസൂത്ര സ്വരിതയജ്ഞവാടങ്ങളിൽ വാക്കുകൾ മുളയ്ക്കാത്ത കുന്നുകളിൽ വർണ്ണങ്ങൾ വറ്റുമുന്മതവാദ വിഭ്രമ ചുഴികളിൽ അലഞ്ഞതും കാർമണ്ണിലുയിരിട്ടൊരാശമേ ആദ്യത്വമോർജരേണുകൾ ചൊരിഞ്ഞതും 12 മക്കളത്രേ പിറന്നു ഞങ്ങൾ 12 കൈയിൽ വളർന്നു കണ്ടാലറിഞ്ഞേക്കുമെങ്കിലും തങ്ങളിൽ രണ്ടെന്ന ഭാവം തികഞ്ഞു രാശിപ്രമാണങ്ങൾ മാറിയിട്ടു നീചരാശിയിൽ വീണുപോയിട്ടു ജന്മശേഷത്തിൽ അനാഥത്വമോ പൂർവകർമ്മദോഷത്തിന്റെ കാറ്റോ താളമർമ്മങ്ങൾ പൊട്ടിത്തെറിച്ച തൃഷ്ണാർത്ഥമാ ദുർമതത്തിൻ മാദനക്രിയായന്ത്രമോ ആദിബാല്യം തൊട്ടു പാലായി നൽകിയോരാദ്യം കുടിച്ചു തെഴുത്തും മുതിർന്നവർ 10 കൂറായി കൂട്ടുറപ്പിച്ചവർ എന്റെ എന്നാർത്തും കയർത്തും ദുരാചാര രൗദ്രത്തിനംഗം കുറിക്കുന്നതും ഗൃഹചിത്ര ഹോമങ്ങൾ തീർക്കുന്നതും കണ്ട് പൊരുളിന്റെ ശ്രീമുഖം പൊലിയുന്നതും കണ്ട് കരളിൻ കയത്തിൽ ചുഴിക്കുത്തു വീഴവേ പൊട്ടിച്ചിരിച്ചും പുലമ്പിക്കരഞ്ഞും പുലഭ്യം പറഞ്ഞു പെരുമ്പാലനത്തിയും ഇരുളും വെളിച്ചവും തിരമേറ്റു തുള്ളാത്ത പെരിയ സത്യത്തിന്റെ നിർവികാരത്വമായി ആകാശഗർഭത്തിലാത്ത തേജസ്സിന്റെ ഓകാര ബീജം തിരഞ്ഞും എല്ലാരും ഒന്നെന്ന ശാന്തി പാഠം ധരിച്ചെങ്ങുമേ ചൊല്ലിത്തളർന്നു ഉടതേടി അലയും ആത്മാക്കളോട് അദ്വൈതമുരിയാടി ഞാനിരിക്കുമ്പോൾ ഉടതേടി അലയും ആത്മാക്കളോട് അദ്വൈതമുരിയാടി ഞാനിരിക്കുമ്പോൾ ഉറവിന്റെ കല്ലെറിഞ്ഞൂടെ പിറന്നവർ കൂകി നാറാണത്തു ഭ്രാന്തൻ ഉറവിന്റെ കല്ലെറിഞ്ഞൂടെ പിറന്നവർ കൂകി നാറാണത്തു ഭ്രാന്തൻ ചാത്തമൂട്ടാനൊത്തു ചേരുമാറുണ്ടെങ്ങൾ ചേട്ടന്റെ ഇല്ലപ്പറമ്പിൽ ചാത്തനും പാണനും പാക്കനാരും പെരും തച്ചനും നായരും വള്ളുപോരും ഉപ്പുകൊറ്റനും രചകനും കാരയ്ക്കലമ്മയും കാഴ്ചയ്ക്കു വേണ്ടി ഞാനും വെറും കാഴ്ചയ്ക്കു വേണ്ടി ഞാനും ഇന്ദ്രിയം കൊണ്ടേ ചവയ്ക്കുന്ന താമ്പൂലമിന്നലത്തെ പ്രാതൃഭാവം തങ്ങളിൽ മുഖത്തു തുപ്പും നമ്മളൊന്നെന്നു ചൊല്ലും ചിരിക്കും പിണ്ടം പിതൃക്കൾക്ക് വയ്ക്കാതെ കാവിലും പള്ളിക്കുമെന്നെണ്ണി മാറ്റും പിന്നെ അന്നത്തെ എണ്ണത്തിനന്യന്റെ പാണ്ഡങ്ങൾ തന്ത്രത്തിലൊപ്പിച്ചെടുക്കും ചാത്തൻ എന്റേതെന്നു കൂറു ചേർക്കാൻ ചിലർ ചാത്തിരാംഗം നടത്തുന്നു ചുങ്കം കൊടുത്തും ചിതം പറഞ്ഞും വിളിച്ചംഗത്തിനാളു ചേർക്കുന്നു വായില്ലാ കുന്നിലെ പാപത്തിനായി പങ്കുവാങ്ങി പകുത്തെടുക്കുന്നു അഗ്നിഹോത്രിക്കിന്ന് ഗാർഭവത്യത്തിനോ സപ്തമുഖ ജഡരാഗ്നിയത്രേ ഓരോ ശിശുരോദനത്തിലും കേൾപ്പു ഞാനൊരു കോടി ഈശ്വരവിലാപം ഓരോ കരിന്തിരി കണ്ണിലും കാണു ഞാനൊരു കോടി ദൈവനൈരാശ്യം ജ്ഞാനത്തിനായി കുമ്പിൽ നീട്ടുന്ന പൂവിന്റെ ജാതി ചോദിക്കുന്ന വ്യോമസിംഹാസനം ജീവന്റെ നീതി ഇരക്കുന്ന പ്രാവിന്റെ ജാതകം നോക്കുന്നു ദൈത്യനായാസനം ശ്രദ്ധയോടന്നം കൊടുക്കേണ്ട
മാത്രമേ ബാക്കി. ചാരങ്ങൾ പോലും പകുത്തു തിന്നുന്നവരീ പ്രേതങ്ങളലറുന്ന നേരം പേയും പിശാചും പരസ്പരം തീവണ്ടി കേറി അടരാടുന്ന നേരം നാദങ്ങളിൽ സർവനാശമിടിവെട്ടുമ്പോൾ ആഴങ്ങളിൽ ശ്വാസ തന്മാത്ര പൊട്ടുമ്പോൾ അറിയാതെ ആശിച്ചു പോകുന്നു ഞാനും. വീണ്ടും ഒരു നാൾ വരും, വീണ്ടും ഒരു നാൾ വരും. എന്റെ ചുടലപ്പറമ്പിനെ തുടതുള്ളും ഈ സ്വാർത്ഥ സിംഹാസനങ്ങളെ കടലെടുക്കും. പിന്നെ ഇഴയുന്ന ജീവന്റെ അയലിൽ നിന്ന് അമരഗീതം പോലെ ആത്മാക്കളിഴ ചേർന്ന് ഒരദ്വൈത പത്മമുണ്ടായി വരും. അതിലെന്റെ കരളിന്റെ നിറവും സുഗന്ധവും ഊഷ്മാവും ഉണ്ടായിരിക്കും. അതിലെന്റെ താരസ്വരത്തിൽ പരാഗങ്ങൾ അടരൂപമാർന്നടയിരിക്കും. അതിനുള്ളിൽ ഒരു കൽപ്പതപമാർന്ന ചുണ്ടിൽ നിന്ന് ഒരു പുതിയ മാനവരുയർക്കും. ഒക്കെയൊരു വെറും പ്രാന്തന്റെ സ്വപ്നം, നേരുന്ന താന്തന്റെ സ്വപ്നം. ഒക്കെയൊരു വെറും പ്രാന്തന്റെ സ്വപ്നം, നേരുന്ന താന്തന്റെ സ്വപ്നം. നേരുന്ന താന്തന്റെ സ്വപ്നം, നേരുന്ന താന്തന്റെ സ്വപ്നം. താങ്ക് യു. പേര് വസന്ത. ഇതെന്താണെന്ന് അറിയോ? ഞാൻ ഗ്രൂപ്പിൽ വന്നിട്ടത് എല്ലാവർക്കും ഒന്ന് മനസ്സിലായത്. ഇതിന് ഒന്നായി മാറിയാണ് കല്യാണം കഴിച്ചത്. 2 മക്കളുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് 2 കുട്ടികളായി. ചെറുത് +1 പഠിക്കുന്നു. ഹസ്ബൻഡ് PWD വർക്ക് ചെയ്തു. പിന്നീടായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. ഞാൻ സുധീഷ് അറിയില്ല. എല്ലാവർക്കും പരിചയപ്പെടുത്തുന്ന ആവശ്യമുണ്ടാവില്ല. കുട്ടിപ്പാലം ഞാൻ സ്കൂളിൽ കുട്ടികളെ ആ ടൈമൊന്നും അതേക്കുറിച്ച് സ്കൂളിൽ കിട്ടില്ല. കുട്ടിപ്പാലം ഞാൻ അതുപോലെ ബാബുണ്ടായിരുന്നു. കുറച്ച് കുട്ടികളെ വരുന്നുള്ളൂ കുട്ടിപ്പാലം. ഇപ്പോൾ ഇതിലുണ്ടോ 2 മക്കൾ പഠിക്കുന്നു ഇവിടെ. അവരുടെ ആ സ്കൂൾ പഠിക്കുന്നുണ്ട്. ഒരാൾ 1 പഠിക്കുന്നു, 10 പഠിക്കുന്നു. അപ്പോൾ എന്താ പറയുന്നത് ഓർമ്മല്ലോ. ഓരോരുത്തർക്ക് അവരാണ് ഇഷ്ടപ്പെട്ട ഓർമ്മകൾ പങ്കുവയ്ക്കാം. അങ്ങനൊരു വേദിയാണത്. വസന്ത പറഞ്ഞു, വസന്ത പറഞ്ഞു പോയത് വസന്ത ആരും അറിയാത്തുണ്ടാവും. അവളൊന്നും പറയുന്ന വാട്സപ്പിലുള്ള കാര്യങ്ങൾ അതൊന്നും കാര്യമില്ല. വസന്ത അതിനുള്ളൊരു വേദിയാണ്. കുറച്ചുകൂടി ഓർമ്മകൾ സംസാരിക്കണം. എനിക്കൊരു അവസരം 1 വർഷം എനിക്ക് വേണം. നമ്മൾ അതിനനുസരിച്ചുള്ള രീതിയിലാണ് മുന്നോട്ട് പോകാൻ. നല്ല രസമുള്ള ഓർമ്മകളായിരുന്നു സ്കൂൾ പഠിക്കുന്നത്. നമ്മളാ ചെറിയ സ്കൂളിൽ ഞാൻ പഠിച്ചിരുന്നത് വടക്കായ സ്കൂളിൽ. ഇപ്പം ഞാൻ വടക്കായ 7 വരെ. അതിനുശേഷം ഞാൻ ഈ സ്കൂളിൽ കയറി. ഞാനും മനോജും അതേപോലെ അനുഭവം. സത്യം പറഞ്ഞാൽ ഇവിടെ വരുമ്പോൾ ഭയങ്കര എന്താ പറയുക, നമ്മളൊരു എവിടുന്നോ വരുന്ന ആൾക്കാരും വരെ കുട്ടികളെ കൊണ്ട് പെരുമാറിയത്. അങ്ങനത്തെ ഒരു സംഭവം ഒരർത്ഥം നമ്മളോട് രാഗിണെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു അവസ്ഥ അന്ന് സ്കൂൾ പഠിക്കുന്നത്. ഇവിടെ വരുമ്പോൾ അങ്ങനെ ഒരു സംഭവമാണ്. ഞാനും മനോജ് അതേമാതിരി അങ്ങനെ ബാബു കുട്ടികളുണ്ടായിരുന്നു. ഭയങ്കര രസമാണ്. നല്ല ഓർമ്മകളാണ്. ഏറ്റവും നല്ല ഓർമ്മയുള്ള സംഭവം എന്താ വെച്ചാൽ എല്ലാ കുട്ടികളും സ്കൂളിൽ പഠിച്ച് പോകുമ്പോൾ എന്തെങ്കിലും ഓർമ്മകൾ വേണമെന്ന് പറഞ്ഞിട്ട് അവർ അടയാളപ്പെടുത്തി പോകും. ഞാനും മനോജ് എന്ത് ചെയ്തു, മനോജ് ഒരു കുറവുണ്ട് എഴുതിയപ്പോൾ ഞാൻ നല്ല എഴുതി. ഞാൻ എന്താ പറഞ്ഞുതരാം. അന്ന് വെച്ചാൽ ഈ സ്കൂളിന്റെ മുകളിൽ സീലിങ്ങിന്റെ മുകളിൽ അവരുടെ പേരിന്റെ 3 അക്ഷരം, അവസാനത്തെ 3 അക്ഷരം എഴുതും. മനോജ് ആദ്യം അവരുടെ പേരിന്റെ 3 അക്ഷരം എഴുതി. ഞാൻ അത് കണ്ടിരിക്കുന്നത് കുറെ ബെഞ്ചും സാധനം ഇവിടെ അട്ടിക്ക് ഇട്ടിട്ട് ഞാൻ ക്വസ്റ്റൻ എഴുതിച്ചു. SKV സുരേഷ് എഴുതിച്ചു. കുറെ കഴിഞ്ഞിട്ട് കുറെ ദിവസം ശേഷം ഉണ്ണികൃഷ്ണൻ വിഷ്ണു ഭാഷ അച്ഛൻ്റെ ഭാഷ വെച്ചു. ആരാണ് ഈ KVS അല്ലെങ്കിൽ SKV ആരാണ് വെച്ചു. തുറന്നു പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു എൻ്റെ സ്കൂളിൽ ഓഫീസ് മുറിച്ച് കൊണ്ടുപോയി മാഷ് വരും പറഞ്ഞു. നമ്മളെ മാഷ് എത്തിയിട്ടില്ല പറയാം. ഞാൻ ഓർമ്മയുണ്ട്. മാഷ് മുറിച്ച് കൊണ്ടുപോയി മാഷ് അറിയാലോ. മാഷ് ഇവിടെ പിടുത്തുണ്ട്. ആ സമയത്ത് പിടുത്തം പിടിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ മാഷോട് ഞാൻ പറഞ്ഞു, മാഷ് എനിക്ക് വിളിച്ചത് ഓപ്പറേഷൻ ആ പിടുത്തം പറഞ്ഞതിൻ്റെ പേരിൽ
സ്കൂളിൽ നമ്മുടെ BMSയിൽ ജോയിൻ ചെയ്തു. അറബി ടീച്ചറായി. പിന്നെ അറബി കോളേജിലായിരുന്നു ഇപ്പോൾ കൊണ്ടുപോയി ചേർത്തത്. എനിക്ക് അറബി വലിയ ഇഷ്ടമുള്ള വിഷയമൊന്നും ആയിരുന്നില്ല. പക്ഷേ കൂടുതൽ ആരൊക്കെ ചേർക്കണമെന്ന് കണ്ട് അപ്പം അങ്ങനെ ആഗ്രഹം തോന്നി. പിന്നെ വലിയ ആഗ്രഹം ചെറിയ കുട്ടികൾ തന്നെ എൻ്റെ ഇപ്പം മനസ്സിലെത്തുന്ന 2 വർഷം കഴിയാണ്. പിന്നെ അങ്ങനെ അറബി കോളേജ് കൊണ്ടുപോയി ചേർത്തി. 2 വർഷത്തെ കോഴ്സ് മതി. പ്രൈമറി തലത്തിൽ കയറി. അങ്ങനെ ഞാൻ ഒരു സ്കൂളിൽ കയറി. അത് കഴിഞ്ഞ് നമ്മുടെ 5 വർഷത്തെ സർവീസ് ആയിട്ടാണ് ഞാൻ B.Ed പോണത്. അത് കഴിഞ്ഞിപ്പോൾ ഹംസമാഷ് റിട്ടയറായപ്പോൾ ആ പോസ്റ്റിൽ ഞാനിപ്പോൾ ഹൈസ്കൂൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ്. എനിക്ക് 2 കുട്ടികളുണ്ട്. കുറേ 97 കല്യാണം കഴിഞ്ഞിട്ട് 2008 കൂടിയുണ്ടായത്. കുറച്ച് കാലം എൻ്റെ മക്കളെ 7-ലെത്തിയപ്പോൾ വലിയ 7 ചെറുത് 2ാം ക്ലാസ്സിലാണ്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സ്കൂളിൽ ഇവിടെ കുറേ രക്ഷിതാക്കൾ വരാറുണ്ട്. പഠിച്ചാന്ന് പറയും. അതേപോലെ കുട്ടികൾ കുറേ പരിചയപ്പെട്ടാറുണ്ട്. ചിലതെനിക്ക് അറിയുന്നു, ചിലതെനിക്ക് അറിയില്ല. പിന്നെ കുറേ ആൾക്കാരെ ഓർമ്മയിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞിട്ടും ഇപ്പോഴും ഇല്ലാത്തവരുണ്ട്. അങ്ങനെയൊക്കെ പോകും. എൻ്റെ പേര് മനോജ് കുമാർ. ഗ്രൂപ്പിലുള്ള എല്ലാവരും എന്നെ അറിയും. ഈ പ്രത്യേകിച്ച് പരിചയപ്പെട്ട ആവശ്യമുണ്ടോ? ആർക്കെങ്കിലും എന്നെ അറിയാത്തുണ്ടോ? ഞാൻ നമ്മളിവിടുന്ന് കഴിഞ്ഞു. 10ാം ക്ലാസ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് VHSC അന്ന് തുടങ്ങണേ ഉള്ളൂ. +2 പ്രീ ഡിഗ്രിക്ക് പോയില്ല. അതിൻ്റെ മുന്നേ ഇനി പഠിക്കാൻ അത്ര ഉഷാറല്ല എന്ന് പറഞ്ഞിട്ട് ഷോർട്ട് ഹാൻഡ് ടൈപ്പ് റൈറ്റിംഗ് ചേർത്ത് അതിന് ഷോർട്ട് ഹാൻഡിൻ്റെ പീറ്റ്മാൻ ബുക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. എഴുതണം, നല്ല പഠിക്കണം. ഒരു ദിവസം 4 മണിക്കൂർ എഴുതണം. അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് VHSC. അത് കഴിഞ്ഞ് KGTE ഇലക്ട്രോണിക്സ്. അത് കഴിഞ്ഞ് ഡിഗ്രിക്ക് ചേർന്ന് ഞാൻ പൈനീരിയറിൽ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോണ്ട് നമ്മളപ്പോൾ എവിടെയോ പരിചയമുള്ള കുട്ടി അവിടെ സ്റ്റാഫ് റൂമിൽ. അപ്പോൾ നോക്കുമ്പോൾ ശ്രീപ്രിയ എന്നെ പഠിപ്പിക്കാൻ വന്നു. അത് കഴിഞ്ഞു അവിടെ നിന്നൊക്കെ പോകുന്നു സമാധാനം. പിന്നെ എന്തോ ഒരു PG കൂടി എടുത്തു. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് പണി കിട്ടിയത് VHSC അഗ്രികൾച്ചർ. ഇതാണ് എൻ്റെ ചെറിയ സ്ഥിതി. എല്ലാവരും കൂടുതലൊന്നും പറയാല്ല. പിന്നെ എല്ലാവർക്കും അറിയാം. നമുക്ക് ഇനി കൂടുതലായിട്ട് വാട്സപ്പ് കൂടെ ചെറിയ മോനും കൂടെ വന്നിട്ടുണ്ട്. തിരിച്ചു പറയാനൊന്നുമില്ല. നമ്പർ 9 സുമതി നമ്പർ 84 നമ്പർ ശീലമാണ് 84 ശിവശങ്കരൻ മാഷ് ഇന്ന് വരാൻ ഇവിടെ കഴിഞ്ഞില്ല. അപ്പോൾ നമുക്കായിട്ടൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാനതൊന്ന് വായിക്കാം. പ്രിയപ്പെട്ട കുട്ടികളെ, എന്നോട് നിങ്ങൾ കാണിച്ച താല്പര്യത്തിനോട് നന്ദി ഉണ്ട്. 1994-95 ബാച്ചിലെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു എന്ന് പഴയ ഹെഡ് മാസ്റ്റർ. കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു, പിന്നീട് പറയാം ആയുസ്സുണ്ടെങ്കിൽ. എല്ലാവർക്കും സ്നേഹത്തോടെ ശിവശങ്കരൻ മാസ്റ്റർ. അപ്പം അദ്ദേഹത്തിന് വരാൻ പറ്റിയിട്ടില്ല. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വിനോദ്.
ചെന്നിത്തല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആദ്യം തന്നെ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടായി വളരെയധികം സന്തോഷമുള്ള ആളാണ് ഞാൻ ഈ കൂട്ടത്തിൽ. എല്ലാവർക്കും അങ്ങനെയാണെന്ന് എനിക്കറിയാം. പിന്നെ ഇവിടെ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാവരെയും കണ്ടപ്പോൾ എന്തോ ഒരു ഫീലിംഗ് അതെല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടോയെന്ന് എനിക്കറിയാം. പിന്നെ ഈ പരിപാടിക്ക് വേണ്ടി പ്രേരിച്ച ഫിറോസിന് ഒരു പ്രത്യേക നന്ദി ഞാൻ അറിയിക്കുകയാണ്. പിന്നെ വേറെ പ്രത്യേകിച്ച് പറയുന്നത് വെച്ചാൽ എനിക്ക് ആശയപ്പണിയാണ്. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് നേരെ ഫർണിച്ചർ മേഖലയിലേക്ക് കയറിയതാണ്. എനിക്ക് 3 കുട്ടികളാണ്. വലിയ കുട്ടി 8ാം ക്ലാസ് പഠിക്കുന്നു, രണ്ടാമത്തെ കുട്ടി 1ാം ക്ലാസ് പഠിക്കുന്നു, ചെറിയ കുട്ടി 1.5 വയസ്സായിരിക്കുന്നു. അപ്പോൾ ഇത്രയോട് ഇതിനെപ്പറ്റി എനിക്ക് പറയാനുണ്ട്. എല്ലാവർക്കും നന്ദി. എന്നെ എല്ലാവർക്കും അറിയാം, പക്ഷെ എനിക്ക് ആരെയും അറിയില്ല, വല്ലാണ്ട് അറിയില്ല. ഒന്നാമത് ഇന്ന് പോയിട്ടായിരിക്കും. ഇപ്പൊ ഏകദേശം കുറെ ആൾക്കാരെ പിടികിട്ടി. പിന്നെ എന്റെ കുടുംബത്തിക്കാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. 2 മക്കള്. വലിയ മോൻ ബിടെക്, ചെറിയ ആള് ഡിഗ്രി 3rd ഇയർ. ഇവന് അറിയാലോ എല്ലാവർക്കും. ഇവന്റെ ചേച്ചിയാണ്. ഹലോ പ്രിയ സുഹൃത്തുക്കളെ, എന്നെ എല്ലാവർക്കും അറിയാലോ. എൻ്റെ പേര് മുരളി. നമ്മുടെ 25 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് കാണുന്നത് വളരെ സന്തോഷമുണ്ട്. ഞാൻ 14 വർഷമായിട്ട് ഫാർമസിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2 വർഷമായിട്ട് ഓരോ ആരോഗ്യപ്രശ്നമായിട്ട് പോകുന്നില്ല. അപ്പോൾ അതിന് വേണ്ടി ഒരുപാട് ആൾക്കാർ എന്നെ സഹായിച്ചിട്ടുണ്ട്. ഫ്രണ്ട്സ് മാത്രമല്ല, പുറത്ത് ഒരുപാട് ആൾക്കാർ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ആരും പേര് പ്രത്യേകം പറഞ്ഞാൽ അത് വളരെ കുറവായിരിക്കും. അപ്പോൾ എല്ലാവർക്കും സഹായിച്ച എല്ലാവർക്കും നന്ദി. ഓക്കെ, താങ്ക് യു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എൻ്റെ പേര് ശിവൻ. ഞാൻ 9 ബിയിലാണ് പഠിച്ചത്. 10ാം ക്ലാസ്സിലേക്ക് ഞാൻ വന്നിട്ടില്ല. അന്ന് സ്കൂളിൽ നിന്ന് എല്ലാവരും പിരിഞ്ഞു പോകുമ്പോൾ എല്ലാവരും പല ഭാഗത്തേക്ക് പല മേഖലകളിലേക്കായിട്ട് തിരിയാണ് ചെയ്തത്. അതിനുശേഷം കുറച്ച് പേരൊക്കെ തമ്മിൽ കണ്ടിട്ടുണ്ട്. കുറേ അധികം ആളുകളെ പിന്നെ കാണാൻ പറ്റില്ല. പെൺകുട്ടികളൊക്കെ തന്നെ പല സ്ഥലത്തേക്ക് വിവാഹം കഴിച്ചു പോയി. ആൺകുട്ടികൾ കുറച്ച് പേര് ഗൾഫ് പോയി. അങ്ങനെ ഒരു ബന്ധവും ഇല്ലാതിരുന്ന 25 വർഷങ്ങൾ നമ്മളെ കഴിഞ്ഞുപോയി. അതുപോലെ നമ്മൾ ഒരു സിനിമയിൽ മമ്മൂട്ടിയുടെ ഡയലോഗ് പറഞ്ഞ മാതിരി നമ്മുടെ സ്കൂൾ ജീവിതം എന്ന് പറഞ്ഞ ജീവിതം ഏറ്റവും കൂടുതൽ സൗഹൃദങ്ങളാണ് ആ സമയമാണ്. നമ്മുടെ കൗമാരപ്രായം സ്കൂളിൽ പിരിഞ്ഞ ശേഷം 25 വർഷം പിരിയിട്ടെങ്കിലും അതിനുശേഷം പല ആളുകളുമായും പല മേഖലകളിൽ നമ്മൾ ബന്ധപ്പെട്ടു. പക്ഷേ ഇപ്പോഴും നമ്മളുള്ള ആ ബന്ധം അതിനുശേഷം നമ്മൾ കോണ്ടാക്ട് ചെയ്ത പല ആളുകളുമായിട്ട് അത്ര ഊഷ്മളമായില്ല അടുത്ത ബന്ധം നമുക്ക് ഇപ്പോഴില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ വളരെ സന്തോഷകരമായ ഒരു അവസരത്തിലാണ് നിൽക്കുന്നത്. ഇതിന് മുൻകൈയെടുത്ത സന്ധ്യ അവരുടെ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ അവർ ഗ്രൂപ്പ് തുടങ്ങി വെച്ച് അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കുറെ നമ്മുടെ സഹപാഠികൾ ശ്രമിച്ചതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇന്ന് ഇത്രയും വലിയൊരു കൂട്ടായ്മ ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചത്. അതിന് ഞാൻ വളരെ അധികം ഈ അവസരത്തിൽ സന്തോഷം പങ്കുവയ്ക്കുന്നു നിങ്ങളോട്. അതുപോലെ തന്നെ നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ സഭയിൽ പറഞ്ഞതുപോലെ ഇത് ഒരു തുടക്കം മാത്രമാണ്. നമ്മൾ ഇത്രയും കാലം ഒരു ഒന്നിച്ചു ചേരാനുള്ള അവസരം നമുക്ക് ഉണ്ടായില്ല. അപ്പൊ നമ്മൾ അവസരം വന്നു ചേർന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ കൂട്ടത്തിലുള്ള കുറച്ചു പേരെങ്കിലും നമ്മുടെ ഗ്രൂപ്പിൽ വരാതെ പുറത്തുണ്ട്. അപ്പൊ അവരെ കൂടി നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരണം. അതിന് എല്ലാവരുടെ ഭാഗത്തുള്ള ശ്രമം ഉണ്ടായാൽ മാത്രമേ നടക്കുള്ളൂ. അത് എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ട് ബാക്കിയുള്ള പുറത്തുള്ള ആളുകളെ എല്ലാവരെയും മൊത്തം ആളുകളെ ഈ കൂട്ടായ്മയിലേക്ക് നമ്മുടെ ഗ്രൂപ്പിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് വീണ്ടും ഇതുപോലുള്ള ഒത്തുചേരലുകൾ സംഘടിപ്പിക്കണം. അതിവിപുലമായി നല്ല രീതിയിൽ ഇന്ന് വന്ന പോരായ്മകൾ നികത്തിക്കൊണ്ട്, പോരായ്മകൾ വന്നു എന്നല്ല, എന്തെങ്കിലും പോരായ്മകൾ വന്നിട്ടുള്ള അതൊക്കെ നികത്തിക്കൊണ്ട് നല്ല രീതിയിൽ നമുക്ക് വീണ്ടും ഒരു സംഗമം സംഘടിപ്പിക്കണം. അതുപോലെ തന്നെ അധ്യാപകർ, നമ്മൾ ക്ഷണിച്ച പല അധ്യാപകരും ഇവിടെ എത്തിപ്പെടണം.
കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മുടെ പ്രത്യേകിച്ച് നമ്മൾ ശൈലജ ടീച്ചർ അവർ വളരെ അധികം സന്തോഷത്തോടെ ഈ പരിപാടിയിലേക്ക് പങ്കെടുക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു അധ്യാപികയാണ്. അവർക്ക് സാങ്കേതിക കാര്യങ്ങൾ ഇവിടെ എത്താൻ പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ ശിവശങ്കര നമ്മുടെ ഹെഡ്മാഷി അവരും ഈ വേദിയിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി കഴിയില്ല. അതുപോലെ പല ടീച്ചർമാരും നമ്മുടെ പഠിപ്പിച്ചു പോയ പല ടീച്ചർമാരും നമ്മുടെ ഈ സംഗമത്തിൽ പങ്കുചേരാൻ ആഗ്രഹിച്ച് വരാൻ കഴിയാതെ പോയിട്ട് അവരെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വീണ്ടും ഒന്നിച്ചു കൂടണം. അതുപോലെ തന്നെ നമ്മുടെ ഈ സൗഹൃദം എന്നും നിലനിൽക്കണം. നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകുന്ന ആഘോഷ പരിപാടികൾ അതുപോലുള്ള മറ്റു കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾ ക്ഷണിക്കുകയും അതിൽ പങ്കെടുക്കുകയും വേണം. തീർച്ചയായും മക്കളുടെ വിവാഹം അതുപോലെ തന്നെ വീടിന്റെ പാലുകാച്ചൽ അതുപോലുള്ള എല്ലാ ചടങ്ങുകളിലേക്കും നിങ്ങൾ ക്ഷണിക്കണം. ക്ഷണം കിട്ടിയാൽ തീർച്ചയായും വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ഭാഗത്ത് ഞാൻ അവിടെ എത്തും നിങ്ങൾ അറിയിക്കുകയാണ്. അത് ക്ഷണിക്കേണ്ട ബാധ്യത എല്ലാവർക്കും ഞാൻ തരാണ്. എന്ത് പരിപാടിയായാലും എവിടെ ദൂരെയാണെങ്കിലും നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലത്താണെങ്കിൽ നമ്മൾ എത്തിപ്പെടും. അതുപോലെ തന്നെ നമ്മളെ കൂട്ടത്തിലുള്ള ഗ്രൂപ്പിലുള്ള ആളുകൾ തന്നെ ദൂര സ്ഥലങ്ങളിൽ വിവാഹം കഴിച്ചു പോയി ഈ പരിപാടിയിലേക്ക് സംഗമത്തിലേക്ക് എത്തിപ്പെടാൻ കഴിയാതെ വളരെ വിഷമിച്ചിരിക്കുന്നുണ്ട്. അവരുടെ ഓർമ്മകൾ കൂടി ഈ അവസരത്തിൽ ഞാൻ പങ്കുവയ്ക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ അനുഭവങ്ങൾ എല്ലാവരും നമ്മുടെ പുറത്ത് ആരുമില്ല, നമ്മുടെ ഒറ്റക്കെട്ടാണ്, നമ്മുടെ സുഹൃത്തുക്കളാണ്. അപ്പോൾ ഇതിലൊരു ഒളിയും മറിയും വേണ്ട. എല്ലാവരും നമ്മുടെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതാനുഭവങ്ങൾ ഈ അവസരത്തിൽ ഇവിടെ പങ്കുവയ്ക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ അപ്പോൾ അങ്ങനെ നമ്മൾ വഴിവിട്ട് പിരിഞ്ഞു പോയി പല മേഖല ഡോക്ടർമാരുണ്ട്, നഴ്സുമാരുണ്ട്, അതുപോലെ ബിസിനസ്സുകാരുണ്ട്, പല മേഖലയിൽ ജോലി ചെയ്യുന്നവരും നമ്മുടെ കുടുംബത്തിന്റെ എല്ലാം നമ്മുടെ ഇവിടെ പങ്കുവെച്ചുകൊണ്ട് നമ്മുടെ സൗഹൃദം വീണ്ടും പുനഃസ്ഥാപിച്ചുകൊണ്ട് വീണ്ടും ഈ സൗഹൃദം തുടർന്നു പോകണമെന്ന് ഞാൻ അറിയിക്കുകയാണ്. ഞാൻ പിന്നെ ഒരു ഫർണിച്ചർ ഷോപ്പ് നടത്താണ് ഇവിടെ നാട്ടിൽ സിറാജിന്റെ നാട്ടിലെ കൊയിലാണി എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ ഷോപ്പ്. അപ്പൊ നിങ്ങൾ ഈ വഴി വരുമ്പോൾ അവിടെ വരണം, ഞാൻ അവിടെ ഉണ്ടാവും. പിന്നെ വേറെ എന്തെങ്കിലും പിന്നെ പറയാനുണ്ടെങ്കിൽ എല്ലാവരും ഈ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഈ പരിചയപ്പെടുത്തലിൽ വളരെ ഗംഭീരമാക്കി മാറ്റി എല്ലാവരും ഇപ്പോൾ പരസ്പരം ഇവിടെ വന്ന ആളുകൾ തന്നെ നമ്മൾ ഉച്ച ചങ്ങാതിമാരെ പോലും കണ്ടാൽ തിരിച്ചറിയുന്ന രീതിയിലാണ് നമ്മുടെ മാറ്റങ്ങൾ വന്നില്ല. അത് ശാരീരികമായിട്ടും മാനസികമായിട്ടും നമുക്ക് പല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ തന്നെ പല ആളുകളെയും നമ്മൾ ക്ലാസ്സിൽ പഠിച്ച കുട്ടികളെ പോലും ശരിക്കും തിരിച്ചറിയാൻ പറ്റുന്ന അവസ്ഥ. കാരണം 10-25 വർഷം കഴിഞ്ഞു, പല മാറ്റങ്ങളും പല ആളുകൾക്കും വന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും സ്വയം പരിചയപ്പെടുത്തി എല്ലാവരും നമ്മളിപ്പോ ഈ ലോകത്തിന്റെ ഏത് കോണിൽ വെച്ച് കണ്ടാൽ നമ്മുടെ 94-95 ബാച്ചിലെ ശിവനല്ലേ അല്ലെങ്കിൽ പിന്നെ രോഷ്നിയല്ലേ അങ്ങനെ എല്ലാവരും പരിചയപ്പെടുന്ന രീതിയിൽ നമ്മുടെ പിന്നെ വീണ്ടും എവിടെ വെച്ചും ഈ കൂട്ടായ്മ നമുക്ക് ഉപയോഗിക്കുന്ന രീതിയിൽ നമ്മുടെ ഇത് മുന്നോട്ട് കൊണ്ടുവന്നാണ് അറിയിക്കുന്നത്. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. ഞാൻ നോക്കിയപ്പോ എല്ലാവർക്കും നല്ല മാറ്റങ്ങളാണ്, ഗ്ലാമറിലായാലും എല്ലാത്തിലും. പക്ഷെ എനിക്ക് മാത്രം ഒരു മാറ്റമില്ല. പഴയ ഗ്ലാമർ നിലനിർത്തുന്ന ഒരു വ്യക്തി ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ നോക്കി. പിന്നെ ചെറിയൊരു കഥ പറയണമെന്ന് പറഞ്ഞാൽ ഷീംകേര എന്ന ഒരു റൈറ്ററാണ്, അദ്ദേഹത്തിൻ്റെ കഥയാണ്. ഒരു ഉത്സവ പറമ്പിൽ ബലൂൺ വിറ്റുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആള് ബലൂണിന്റെ കച്ചവടം പറയുമ്പോൾ ഒരു ഹൈറ്റിനെ നിറച്ച് ബലൂൺ മുകളിലേക്ക് വിടും. അപ്പോൾ കുട്ടികളെ ഓടിച്ചെന്ന് ബലൂൺ വന്നു. അപ്പോൾ ഒരു പയ്യൻ നിന്ന് ചോദിക്കും, അങ്കിൾ ഈ കറുത്ത ബലൂണ് വിട്ട് കഴിഞ്ഞാൽ അത് മുകളിലേക്ക് പോകുന്നു വയ്ക്കും. അപ്പോൾ പറയും, മോനെ ബലൂണിലുള്ള കാര്യം അതിൻ്റെ ഉള്ളിൽ എന്താണ്, അതിലാണ് കാര്യം. അങ്ങനെയായിരിക്കണം നമ്മൾ പുറംമോടിയിലോ ബാക്കിയുള്ളതിലോ കൂടുതൽ ശ്രദ്ധ കൊടുക്കാതെ ഉള്ളിലുള്ള സത്യത്തെ നന്മയെ നല്ല നിലയിൽ കൊണ്ടുവെക്കുക. എല്ലാവർക്കും എല്ലാ ഭാവങ്ങളും തരുന്നു. ഞാൻ വരുന്ന നെല്ലവർക്ക് ഇളങ്കൂർ നെല്ലവറമ്പാണ്. ഞാൻ കല്യാണം കഴിച്ചത് വൈഫ് സൂര്യ. എനിക്ക് 2 മക്കളാണ്. മൂത്ത ആള് 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു, 2 ആൺകുട്ടികളാണ്. ചെറിയ ആൾക്ക് 4 വയസ്സായിരിക്കുന്നു. എല്ലാവർക്കും എൻ്റെ പുതുവത്സരാശംസകൾ തരുന്നു, നിർത്തുന്നു. നന്ദി. Number 93, Munir Number 21, Abdul Latif Chanakal. Number 6, Vasanta Elanko.
ഉണ്ടോ? അനന്ത്കുമാർ